പെട്ടെന്ന് ദൈവദിനത്തിലേക്ക് നമ്മൾ വരാൻ പോവുകയാണ്. എബ്രായ ലേഖനം 12-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങളാണ് നമ്മൾ പ്രധാനമായും ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി വായിച്ചിട്ടുള്ളത്. പൗലോസിന്റെ ലേഖനങ്ങളുടെ കൂട്ടത്തിൽ 14-ാമത്തെ ലേഖനമായി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ലേഖനമാണ് എബ്രായ ലേഖനം. എബ്രായ ലേഖനത്തിന്റെ ഗ്രന്ഥകർത്തൃത്വത്തെക്കുറിച്ച് പലർക്കും സംശയങ്ങളുണ്ട്. എന്നാൽ മിക്കവാറും ആളുകൾ ഇത് പൗലോസിന്റെ ലേഖനമാണ് എന്നാണ് പൊതുവെ കരുതുന്നത്. അതിന്റെ കാരണം അതിലെ പദാവലികളും വിഷയക്രമങ്ങളുമാണ്. മറ്റു പലർക്കും എഴുതുവാൻ കഴിയാത്ത പദാവലികൾ നമുക്ക് ഈ ലേഖനത്തിൽ പ്രധാനമായി പൗലോസിൻ്റെതെന്ന നിലയിൽ കാണാനായിട്ട് കഴിയുന്നുണ്ട്. എബ്രായ ലേഖനം എഴുതുവാനുണ്ടായ പശ്ചാത്തലം ദൈവവചനവുമായിട്ട് ബന്ധമുള്ള എല്ലാവർക്കും തന്നെ അറിയാവുന്ന കാര്യമാണ്. അവരുടെ ഇടയിലുണ്ടായ പീഠ നിമിത്തം പഴയ വിശ്വാസത്തിലേക്ക്, പഴയ ആ ആരാധനയിലേക്ക് പിന്തിരിഞ്ഞു പോകുവാൻ അവരാഗ്രഹിച്ചപ്പോൾ പിന്തിരിവാൻ ശ്രമിക്കുന്ന എബ്രായ വിശ്വാസികളെ 5 മുന്നറിയിപ്പുകളിലൂടെ അവരെ തിരിച്ച് കൃപയിൽ ഉറപ്പിക്കുന്ന അനുഗ്രഹീതമായ പ്രമേയങ്ങൾ അടക്കം ചെയ്യപ്പെട്ട ഭാഗമാണ് എബ്രായ ലേഖനം എന്ന് പറയുന്നത്. ഏറ്റവും ഗൗരവമേറിയ മുന്നറിയിപ്പുകളാണ് നമ്മൾ കാണുന്നത്. 2-ാം അധ്യായത്തിൽ, 3-ാം അധ്യായത്തിൽ, 6-ാം അധ്യായത്തിൽ, ഇങ്ങനെ അധ്യായങ്ങൾ മാറുന്നതനുസരിച്ച് മുന്നറിയിപ്പുകൾ, ഗൗരവമേറിയ മുന്നറിയിപ്പുകൾ നമ്മൾ കാണുന്നുണ്ട്. ആ കൂട്ടത്തിൽ വളരെ ശ്രദ്ധേയമായ ഒരു ഭാഗമാണ് എബ്രായ ലേഖനം 12-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത്. ഈ വാക്യത്തെ 2 ഭാഗമായിട്ട് നമുക്ക് തരംതിരിക്കാനായിട്ട് കഴിയും. ഒന്ന്, അതിലെ പ്രധാന സന്ദേശം എന്ന് പറയുന്നത്, ആ പ്രധാന സന്ദേശം എന്ന് പറയുന്നത് നിങ്ങളുടെ മുൻപിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക എന്ന് പറയുന്നതാണ്. അതിലെ 2-ാമത്തെ കാര്യം എന്ന് പറയുന്നത് അങ്ങനെ ഓടാൻ നിൽക്കുന്നവരോടുള്ള നിർദ്ദേശമാണ്. ഞാൻ വിഷയത്തിലേക്ക് വരുന്നതിന് മുൻപ് അതിൻ്റെ ആമുഖമായി 1-2 കാര്യങ്ങൾ പറയാനായിട്ടാണ് ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ ആ 1-ാമത്തെ വാക്യം നോക്കിയും അവിടെ നമ്മൾ കാണുന്നു ആകയാൽ എന്ന് പറഞ്ഞ, ആകയാൽ എന്ന് പറയുമ്പോൾ അത് എബ്രായ ലേഖനം 10-ാം അധ്യായത്തിന്റെ 32-ാമത്തെ വാക്യം തൊട്ട് തുടർന്ന് വരുന്ന ആ വിഷയങ്ങളെ ആസ്പദീകരിച്ചാ പറയുന്നത്. അതിന്റെ ബാക്കിയായിട്ടാ പറയുന്നത്. ആകയാൽ എപ്പോഴും നിങ്ങൾ ഓർത്തോണം, ആകയാൽ, അതുകൊണ്ട്, എങ്കിലും, എന്നാൽ ഇങ്ങനെയുള്ള വാക്കുകൾ കൊണ്ട് ഒരു ചാപ്റ്ററോ ഒരു പാരഗ്രാഫോ ഒരു വാക്യമോ ആരംഭിക്കുകയാണെങ്കിൽ അതിന്റെ പിന്നിൽ വലിയ ഒരർത്ഥമുണ്ട്. അവയെ ബ്രിഡ്ജ് വേർഡ് എന്നാണ് വിളിക്കുന്നത്. ബ്രിഡ്ജ് വേർഡ്. ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം, കണക്റ്റിംഗ് ആണ്. ഒരു കരയെ മറ്റൊരു കരയുമായി, ഒരു തീരത്തെ മറ്റൊരു തീരമായി കണക്ട് ചെയ്യുന്നതാണ് ബ്രിഡ്ജ്. അതുപോലെ ഈ വാക്കുകൾ ബ്രിഡ്ജ് ചെയ്യുകയാണ്. പുതിയൊരു സംഭവം പുതിയൊരു ചാപ്റ്ററിൽ ആരംഭിക്കുന്നത് പോലെയല്ല ആകയാൽ, അതുകൊണ്ട്, എന്നാൽ, എങ്കിലും ഇങ്ങനെയുള്ള പദങ്ങൾ കൊണ്ട് ആരംഭിക്കുന്നത്. മുൻ പറഞ്ഞ വിഷയങ്ങളോടുള്ള ബന്ധത്തില ഈ വാക്യം ആരംഭിക്കുന്നത് അങ്ങനെയാണ്. ആകയാൽ അത് തുടങ്ങുന്നത് 10-ാം അധ്യായം 32-ാമത്തെ വാക്യം മുതലാണ്. ആ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചേ. എന്നാൽ നിങ്ങൾ പ്രകാശനം ലഭിച്ച ശേഷം നിന്ദകളാലും പീഡകളാലും കൂട്ടുകാഴ്ചയായി ഭവിച്ചു ആ വക അനുഭവിക്കുന്നവർക്ക് കൂട്ടാളികളായി തീർന്നു. ഇങ്ങനെ കഷ്ടങ്ങളാൽ വളരെ പോരാട്ടം കഴിച്ച പൂർവ്വകാലം ഓർത്തുകൊള്ളുവീൻ. ഇങ്ങനെ അങ്ങോട്ട് പറഞ്ഞു തുടങ്ങിയിട്ട് 37-ാമത്തെ വാക്യത്തിൽ ഇനിയും എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും, താമസിക്കയില്ല എന്ന് പറഞ്ഞു കൊണ്ടുവന്ന് വിശ്വാസ വീരന്മാരെ പറഞ്ഞ് ഉറപ്പിച്ച് ആ 12-ാം അധ്യായത്തിലേക്ക് കൊണ്ടുവരിക. അതാ പറയുന്നത്. ആകയാൽ, നിങ്ങൾക്ക് കണക്ഷൻ പിടികിട്ടുന്നു എന്ന് കരുതുക. ആകയാൽ, എന്നിട്ട് അടുത്ത വാക്ക് കണ്ട് നാമും എന്ന് പറഞ്ഞിട്ട്, നാമും, പൗലോസ് അവിടെ തന്നെ കൂടെ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. ഞാനും നിങ്ങളും എന്നുള്ള ആശയത്തില നാമും. ഇപ്പൊ നാമും എന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങളും എന്ന ആശയത്തില. ഇതുപോലെ പൗലോസ് പറയുക ആകയാൽ നാമും എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും ആ ഒരു മേഖലയിൽ തന്നെയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എഴുത്തുകാരൻ വായനക്കാരുമായി താതാത്മ്യപ്പെടുന്ന ഒരു ശൈലിയാണ് നമ്മൾ കാണുന്നത്. ആകയാൽ നാമും, പൗലോസിന്റെ ലേഖനങ്ങളിൽ ഈ നാമും എന്ന് പറയുന്ന, അതായത് വായനക്കാരുമായി താതാത്മ്യപ്പെടുന്ന ഒത്തിരി ഭാഗങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഞാൻ വാക്യങ്ങൾ പറയാം. അത്യാവശ്യം എഴുതുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം എഴുതുക, അല്ലാത്തവർ ശ്രദ്ധിച്ചിരുന്നാൽ മതി. റെഫറൻസുകൾ പെട്ടെന്ന് എൻ്റെ കൂടെ ഇവിടെ പ്രൊജക്ട് ചെയ്യുകയാണെങ്കിൽ അത് വളരെ നല്ലതായിരിക്കും. റോമലേഖനം 8-ാം അധ്യായം 23-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, ആത്മാവെന്ന
ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാമും നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായി പുത്രത്വത്തിന് കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു. അപ്പോ നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പ് സംഭവിക്കുന്നു എന്നുള്ള കാര്യത്തില് പൗലോസ് പറയുന്നു, എഴുതുന്ന ഞാനും വായിക്കുന്ന നിങ്ങളും ഒരുപോലെ കാത്തിരിക്കുക. അതാ പറയുന്നത് നാമും. ഇനി ഒന്നുകൂടി ലേഖനം 10-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഇത് നമുക്ക് ദൃഷ്ടാന്തമായി ഭവിച്ചു, അവർ മോഹിച്ചതുപോലെ നാമും ദുർമോഹികൾ ആകാതിരിക്കേണ്ടതിന് തന്നെ. അത് ഒന്നുകൂടി ലേഖനം 10-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങളെ ആസ്പദീകരിച്ചു വരുന്ന ഒരു സംഭവമാണ്. അവിടെ നമ്മൾ വായിക്കുന്നു, അവരെല്ലാവരും മേഘത്തിൽ സമുദ്രത്തിൽ സ്നാനമേറ്റു മോശയോട് ചേർന്നു, എല്ലാവരും ഒരേ ആത്മീക ആഹാരം തിന്നു, ഒരേ ആത്മീക പാനീയം കുടിച്ചു. അവരെ അനുഗമിച്ച പാറയിൽ നിന്നല്ല അവർ കുടിച്ചത്, ആ പാറ ക്രിസ്തുവായിരുന്നു. എങ്കിലും അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല എന്ന് നിങ്ങൾ അറിയാതിരിക്കരുത് എന്ന് ഞാനും ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞിട്ടാ പറഞ്ഞു, ഇത് നമുക്ക് ദൃഷ്ടാന്തമാണ്, നാമും അവർ മോഹിച്ചതുപോലെ ദുർമോഹികളാകാതിരിക്കേണ്ടതിന് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുഞ്ഞെ, അവര് മോഹിച്ചതുപോലെ നീ മോഹിച്ചാൽ അവർക്ക് സംഭവിച്ച പരാജയം നിനക്കും സംഭവിക്കുമെന്നാണ് അവിടെ പോള് കൃത്യമായിട്ട് പറയുന്നത്. അതാ, ആകയാൽ നാമും തന്നെയും വായനക്കാരെ ഉൾപ്പെടുത്തി സംസാരിക്കുകയാണ്. ഇനി ഇതുപോലെ ഗലാത്യലേഖനം 4-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, ഇതുപോലെ നാമും ശിശുക്കളായിരുന്നപ്പോൾ ഞാനും നിങ്ങളും എന്ന ആശയത്തില് താതാത്മ്യപ്പെടുകയാണ്. അത്ര മതി എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. തീത്തോസ് ലേഖനം 3:3 മുമ്പേ നാമും ബുദ്ധികെട്ടവരും അനുസരണമില്ലാത്തവരും വഴിതെറ്റി നടക്കുന്നവരും നാനാമോഹങ്ങൾക്കും ഭോഗങ്ങൾക്കും അധീനരുമായിരുന്നു എന്ന് പോൾ പറയുന്നുണ്ട് കേട്ടോ. നാമും, ഇവിടെ എല്ലാം ആ നാമും എന്ന വാക്ക് താതാത്മ്യപ്പെടുത്തിയാണ് പറയുന്നത്. അതേ ക്രമത്തിലാണ് ഇവിടെ പറയുന്നത്. ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയ ഒരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് എന്ത് ചെയ്യണം? സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമ്മുടെ മുൻപിൽ വെച്ചിരിക്കുന്ന ഓട്ടത്തെ നമ്മൾ സ്ഥിരതയോടെ ഓടണം. എല്ലാവരും കൂടെ പറഞ്ഞേ, എന്നാ ചെയ്യേണ്ടത്? ഓട്ടത്തെ സ്ഥിരതയോടെ ഓടണം. ഒരു കാര്യം നിങ്ങൾ അറിയണം, ഈ ഓട്ടം എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ ഓട്ടം എന്ന് പറയുമ്പോൾ ആഗണോസ് എന്ന പദമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ആഗണോസ്, ഓട്ടം എന്ന് പറയുമ്പോൾ ആഗണോസ്. ഈ ആഗണോസ് എന്ന ഗ്രീക്ക് പദത്തിന് 2 പ്രധാനപ്പെട്ട അർത്ഥങ്ങളുണ്ട്. ഒന്ന് ഓട്ടം, 2 പോരാട്ടം. ക്രിസ്തീയ ജീവിതത്തെ ഓട്ടത്തോടെ ഉപമിക്കുന്നത് പൗലോസിന്റെ ലേഖനങ്ങളുടെ ഒരു സവിശേഷതയാണ്. എന്തുകൊണ്ടാണ് ക്രിസ്തീയ ജീവിതത്തെ ഓട്ടത്തോട് ഉപമിക്കുന്നത് എന്ന് ചോദിച്ചാല് അതിന് ഉത്തരം പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരുപാട് കാര്യങ്ങളിലൂടെ വേണം അതിന് ഉത്തരം പറയാൻ. ഒന്ന്, ഈ ഓട്ടവും ക്രിസ്തീയ ജീവിതവും തമ്മിലുള്ള ആ ബന്ധം എന്ന് പറയുന്നത്, ഓട്ടമോടുന്നവൻ ലക്ഷ്യത്തിലെത്തത്തക്ക വിധത്തിൽ വേണം ഓടാൻ. അതേ ക്രമത്തിൽ ക്രിസ്തീയ ജീവിതം നയിക്കുന്നവൻ ഒരു ദിവസത്തെ പനി മാറാനോ PR ഒന്ന് സെറ്റ് ആകാനോ സിറ്റിസൺഷിപ്പ് കിട്ടാനോ കാനഡയിൽ ഹാലിഫാക്സിൽ ഒരു വീട് തരപ്പെടുത്താനോ വേണ്ടിയല്ല ഓടേണ്ടത്. നമ്മൾ ഓടുന്നത് നിത്യതയെ ചെല്ലാൻ വേണ്ടിയാണ്. ഒരാമയും പറഞ്ഞാട്ടെ. അല്ലാതെ ലക്ഷ്യം ഇവിടെ എന്തെങ്കിലും ഒന്ന് വെട്ടിപ്പിടിക്കാൻ വേണ്ടിയല്ല. ആ ലക്ഷ്യം നമ്മുടെ ഓട്ടത്തിന്റെ ആ ഫിനിഷിംഗ് പോയിന്റ് ആണ്. ആ ഫിനിഷിംഗ് പോയിന്റ് ഏതാണെന്നറിയോ? നമ്മൾ അവസാനത്തെ ശ്വാസം വലിച്ചു വിടുന്ന ആ അവസാനത്തെ നിമിഷം, അവിടം വരെ ഈ മൂല്യത്തെ നമുക്ക് കീപ്പ് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ നമ്മൾ ഒരോട്ടത്തിലാണ്. എന്നോടൊപ്പം ഉണ്ടെങ്കിൽ ആത്മാവിൽ കർത്താവിനെ ഒന്ന് സ്തുതിച്ച് ആരാധിച്ചാട്ട്. ആമേൻ. അപ്പൊ അതാ പറയുന്നത്, ആമേൻ, ഓടുന്നവന് ഒരു ലക്ഷ്യമുണ്ട്, അത് ഫിനിഷിംഗ് പോയിന്റ് ആണ്. അതുപോലെ ക്രിസ്തീയ ജീവിതത്തിൽ ഓടാൻ നിൽക്കുന്നവന് ഒരു ലക്ഷ്യമുണ്ട്, അതവന്റെ ഫിനിഷിംഗ് പോയിന്റ് ആണ്. ഒന്നുകിൽ കർത്താവിന്റെ വരവ്, അല്ലെങ്കിൽ തന്റെ മരണം. ഈ 2 കാര്യങ്ങൾക്കായി അവൻ സജ്ജനാകുക എന്നുള്ളതാണ്. ഇനിയും ഓട്ടമോടുന്നവന്റെ പ്രത്യേകത എന്നാന്ന് ചോദിച്ചാൽ, അവൻ വഴിയിലുള്ളത് ശ്രദ്ധിക്കത്തില്ല. സ്തോത്രം. ഇടത്തെന്തുണ്ട് വലത്തെന്തുണ്ട് ഇതൊന്നും അവന്റെ ശ്രദ്ധയിൽപ്പെട്ട കാര്യമല്ല. അവൻ ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, അത് ഫിനിഷിംഗ് പോയിന്റ് ആണ്. ഇതുപോലെയാണ് പറയുന്നത്, ക്രിസ്തീയ ജീവിതം എന്ന ഓട്ടത്തിൽ ഓടാൻ നിൽക്കുന്നവൻ, ക്രിസ്തീയ ജീവിതം എന്ന ഓട്ടത്തിൽ ഓടാൻ നിൽക്കുന്നവൻ മറ്റൊന്നും ശ്രദ്ധിക്കാൻ പാടില്ല. സ്തോത്രം. അവന്റെ മുൻപിൽ ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ, ഓടി അങ്ങ് ചെല്ലുക. മുട്ടം അപ്പച്ചൻ എഴുതിയ ഒരു പാട്ടുണ്ട്, പിൻപിലുള്ളതൊക്കെയും മറന്നു പോയിടാം, മുൻപിലുള്ള ലാക്കിലേക്കു. ഓ, പിൻപിലുള്ളതൊക്കെയും മറന്നു പോയിടാം,
മുൻപിലുള്ള ലാക്കിലേക്കു നേരെ ഓടിടാം. പിന്നെ അത് മാത്രമല്ല, അത് എഴുതിയപ്പോ അടുത്ത ഒരു കാര്യം കൂടെ എഴുതി. കാടുമേടു കണ്ടു സംശയിച്ചു നിൽക്കാതെ ചാടിയോടിപ്പോകുവാൻ ബലം ധരിച്ചിടാ. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? ഇവിടെ ഉള്ളതിൽ 99% യങ്സ്റ്റേഴ്സ് ആണ്. പ്രായമുള്ളവരൊക്കെ വിസിറ്റിങ്ങിന് വന്നവരാണ്. 5 മാസം കഴിയുമ്പോൾ അവരിവിടുന്ന് പോകും. അതുകൊണ്ട് ഞാൻ ആരോടാണ് ഈ സംസാരിക്കുന്നതെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, എൻ്റെ പ്രിയ കുഞ്ഞുങ്ങളെ, എന്നേക്കാൾ വളരെ പ്രായം കുറഞ്ഞവരാണ് ഇവിടെ ഇരിക്കുന്നതിൽ പല ആളുകളും. ഞാൻ നിങ്ങളോട് വളരെ ഹൃദയപൂർവ്വം പറയട്ടെ, നിങ്ങളിൽ പലരുടെ ഒരു ജ്യേഷ്ഠ സഹോദരൻ എന്നുള്ള നിലയിൽ പറയട്ടെ. വീണ പ്രവാചകനെ കുറിച്ച് നിങ്ങൾ കേൾക്കും, വീണ പ്രഭാഷകനെ കുറിച്ച് നിങ്ങൾ കേൾക്കും, വീണ നേതാവിനെ കുറിച്ച് നിങ്ങൾ കേട്ടേക്കാം, വീണ പാസ്റ്ററെ കുറിച്ച് നിങ്ങൾ കേട്ടേക്കാം. പക്ഷേ നിങ്ങളുടെ ലക്ഷ്യം അവരെ നോക്കി ഇടറുക എന്നുള്ളതല്ല, നിങ്ങളുടെ ലക്ഷ്യം കർത്താവിങ്കിലേക്ക് നോക്കുക എന്നുള്ളതാണ്. നിങ്ങൾ അറിയണം, ഈ മൂവ്മെന്റിന്റെ തുടക്കത്തിൽ തന്നെ വീഴുന്നവരുണ്ടായിരുന്നു. ഞാനതിന് തെളിവ് പറയാം. യേശുവിന് 12 ശിഷ്യന്മാർ, 12ാമത്തവൻ യൂദ പണസഞ്ചിയിൽ നിന്ന് കാശ് കട്ടെടുത്ത് കെട്ടി ഞാന്ന് ചത്തു കളഞ്ഞു. നമുക്കറിയാം അവനെ. ആമേൻ. അപ്പൊ വീണില്ലേ? വീണു. അപ്പോസ്തലപ്രവൃത്തി 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഭയങ്കര റിവൈവൽ നടക്കുക. അനന്യ സഫീറമാർ, സാത്താൻ അവരുടെ ഹൃദയത്തെ കൈവശമാക്കി. പത്രോസ് ചോദിക്കുന്ന ചോദ്യം, സാത്താൻ നിങ്ങളുടെ ഹൃദയത്തെ കൈവശമാക്കിയത് എന്ത്? വീണില്ലേ? വീണു. 8-ാം അധ്യായത്തിൽ ഒരു വ്യാജൻ എഴുന്നേറ്റില്ലേ? ഫിലിപ്പോസിനോട് ചേർന്ന് നിന്ന് ശീമോൻ എന്ന് പറയുന്ന ഒരു വ്യാജൻ. ശീമോൻ താനും വിശ്വസിച്ച് സ്നാനമേറ്റ് ഫിലിപ്പോസിനോട് ചേർന്ന് നിന്നു. അവൻ വഷളത്വത്തിലായിരുന്നു എന്ന് പത്രോസ് പറയുന്നു. നീ വഷളത്വം വിട്ട് മാനസാന്തരപ്പെടുക, കർത്താവ് നിന്നോട് ക്ഷമിക്കുമായിരിക്കും എന്ന് പറഞ്ഞാൽ ആർക്കറിയാവുന്ന. അപ്പൊ ആദ്യ കാലഘട്ടം തൊട്ടേ വീണവരുണ്ടായിട്ടുണ്ട്. അത് ഈ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ വളരെ സജീവമായിരിക്കും. അത് കണ്ട് തളരാനും അത് കണ്ട് പതറാനും നിങ്ങൾക്ക് അനുവാദം ഇല്ല. അതുകൊണ്ടാണ് പറയുന്നത്, വഴിയിലുള്ളത് ശ്രദ്ധിക്കരുത്, നേരെ മുൻപോട്ട് ഓടുക. ഇനി ഓട്ടവും ക്രിസ്തീയ ജീവിതവും തമ്മിലുള്ള താരതമ്യത്തിൽ 3ാമത്തെ കാര്യം പറയാം. ഒരാൾ ഒരു റിലേ ഓട്ടമാകട്ടെ, അല്ലെങ്കിൽ ഒരു 100 മീറ്റർ ഓട്ടമാകട്ടെ, ആ ഓടുന്ന സമയത്ത് 100 മീറ്റർ ഓടുന്ന ഒരാൾ 50 മീറ്റർ കഴിയുമ്പോൾ 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാം, അങ്ങനെയാണോ? അല്ല. ഓടിത്തുടങ്ങിയാൽ പിന്നെ അതിന്റെ അവസാനം എന്ന് പറയുന്നത് ഫിനിഷിംഗ് പോയിന്റ് ആണ്. ഓട്ടത്തിന് അവധിയില്ല. തുടങ്ങിയാൽ പിന്നെ എത്തുന്നത് വരെ ഓടുകയാണ്. ഇതുപോലെയാണ് ക്രിസ്തീയ ജീവിതം. അവധി ദിവസങ്ങളില്ല. ഓരോ ദിവസവും നാം ഈ പോർക്കളത്തിലാണ്. ആമേൻ. ഇനി 4ാമത്തെ കാര്യം ഞാൻ പറയാം. ഓട്ടമോടാൻ നിൽക്കുന്നവൻ തളരാതെ പതറാതെയാണ് ഓടുന്നത്. ലക്ഷ്യത്തിൽ എത്തുമെന്ന ഉറപ്പോടുകൂടിയാണ് ഓടുന്നത്. ക്രിസ്തീയ ജീവിതം ഇതുപോലെയാ. തളരാനും പാടില്ല, പതറാനും പാടില്ല. അവിടെ എത്തുമെന്നുള്ള ഉറപ്പോടെയാണ് ഓടുന്നത്. ഇതുകൊണ്ടാണ് ക്രിസ്തീയ ജീവിതത്തോട് ഓട്ടമെന്ന പദം ചേർത്ത് വെക്കുന്നത്. ലക്ഷ്യത്തിലേക്ക് എത്തത്തക്ക വിധത്തിൽ ഓടണം. പൗലോസിന്റെ ലേഖനങ്ങളിലെ ഈ ആലങ്കാരിക പ്രയോഗത്തെ തന്റെ മിനിസ്ട്രിയോടും ലൈഫിനോടും ചേർത്തും അപ്പോൾ തന്നെ മറ്റുള്ളവരുടെ ക്രിസ്തീയ ജീവിതത്തോട് ചേർത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോസ്തലപ്രവൃത്തി 20:24 നിങ്ങൾ ശ്രദ്ധിച്ച്, അവിടെ പൗൽ പറയുന്നു, എങ്കിലും ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല, എന്റെ ഓട്ടം
ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം പറയേണ്ടതിന് കർത്താവായ യേശുക്രിസ്തു തന്ന ശുശ്രൂഷ തികയ്ക്കണമെന്നേ എനിക്കുള്ളൂ. അപ്പൊ എനിക്കൊരു ഓട്ടമുണ്ട്, എനിക്കൊരു ശുശ്രൂഷയുണ്ട്. പൗൽ പറയുന്നു എനിക്കിത് രണ്ടും ഒന്ന് തികയ്ക്കണമെന്നേ ഉള്ളൂ. ഞാനിത് പറഞ്ഞു വരുമ്പോ നിങ്ങൾ അറിയണം, ലക്ഷ്യം നഷ്ടപ്പെട്ട് നങ്കൂരമില്ലാത്ത ഒരു കപ്പൽ ഓടുന്നത് പോലെ ഓടുന്ന ഒട്ടനവധി ആളുകളുള്ള ഈ ലോകത്തിൽ അവരിൽ ആരെയെങ്കിലും മാതൃകയാക്കുകയല്ല, പകരം ലക്ഷ്യത്തിലെത്തണമെന്നുള്ള നിലയിൽ ഓടുക. അതുകൊണ്ട് പൗൽ പറയുന്നത് എന്റെ ഓട്ടവും എന്റെ ശുശ്രൂഷയും തികയ്ക്കണമെന്ന് എനിക്കുള്ളൂ. ആ വാക്കുണ്ടോ? എല്ലാവരും കൊടുത്ത് പറഞ്ഞേ, എന്തുവാ ലക്ഷ്യം? ഒരുമിച്ച് പറ. എന്റെ ഓട്ടവും എന്റെ ശുശ്രൂഷയും തികയ്ക്കണമെന്ന് എനിക്കുള്ളൂ. ഞാൻ വാക്കുകൾ കട്ട് ചെയ്ത് പോയിന്റ് മാത്രം പറയാം. എല്ലാവരും കൊണ്ടൊന്ന് പറഞ്ഞേ, എന്റെ ഓട്ടവും എന്റെ ശുശ്രൂഷയും തികയ്ക്കണമെന്ന് എനിക്കുള്ളൂ. ഒന്നുകൂടെ പറഞ്ഞേ, എന്റെ ഓട്ടവും എന്റെ ശുശ്രൂഷയും തികയ്ക്കണമെന്ന് എനിക്ക് ഉള്ളൂ. നമ്മുടെ ഇടയിൽ 32കാരൻ മരിച്ചാൽ ഓട്ടം തികച്ചെന്ന് എഴുതുന്നത് കണ്ടിട്ടില്ലേ? ഓ, നിങ്ങൾ കാനഡയിൽ ജനിച്ചവരാണല്ലോ, നിങ്ങൾ കണ്ടിട്ടില്ലയോ? ഉണ്ട്. 32കാരൻ മരിച്ചാലും എന്താ എഴുതുന്നത്? സത്യത്തിൽ തികച്ചോ? ഇല്ല. പക്ഷെ നമ്മൾ അങ്ങനെ പറയുന്നത്. ഈ തിങ്കളാഴ്ച രാത്രിയില് ചൊവ്വാഴ്ച രാത്രിയില് ഞങ്ങളൊരു റെസ്റ്റോറൻറ്റ് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ എൻ്റെ കൂടെ ഇരുന്ന ദൈവദാസനെ ഒരാൾ വിളിച്ചു, ഫ്യൂണറൽ ഹോമിൻ്റെ നമ്പർ വേണം, അവരുടെ നമ്പർ വേണം, ഇവരുടെ നമ്പർ വേണം. കാര്യം ചോദിച്ചപ്പോൾ കാനഡയിൽ പഠിക്കാൻ വന്ന ഒരു പയ്യനാണ്, ഒരു ബേസ്മെന്റിൽ മരിച്ചു കിടന്നു. 18, 19, 20 വയസ്സേ ഉള്ളൂ. എങ്ങനെ മരിച്ചാന്നറിയില്ല, പക്ഷെ അവിടെ മരിച്ചു കിടന്നു. നമ്മൾ എഴുതുമ്പോ ഓട്ടം തികച്ചോ? ആരാ എന്ത് വന്നൊന്നും എനിക്കറിയത്തില്ല, ഏത് ഫെയ്ത്ത് ഒന്നും അറിയില്ല. സ്തോത്രം. അപ്പൊ ഞാൻ പറഞ്ഞത്, എന്റെ പ്രിയപ്പെട്ടവരെ, മരണം എപ്പോഴും വരാം, പക്ഷേ നമുക്കൊറ്റ ലക്ഷ്യമേ ഉള്ളൂ, ഓട്ടം തികയ്ക്കണം. രാമൻ പറഞ്ഞാട്ട് പൗൽ പറയുന്നു, എനിക്ക് എന്റെ ഓട്ടം ഒന്ന് തികയ്ക്കണം, എനിക്ക് എന്റെ ശുശ്രൂഷ ഒന്ന് തികയ്ക്കണം. ലക്ഷ്യം കണ്ടോ? വളരെ ഫോക്കസ്ഡ് ആണ് ആ കാര്യത്തില്. ആമേൻ, ഹല്ലേലൂയ. ഇനി പൗലോസ് തന്റെ ജീവിതത്തെയും ഓട്ടത്തെയും കൂടെ കണക്ട് ചെയ്തിരിക്കുന്ന മറ്റൊരു വാക്യമാണ് 2 തിമോഥെയോസ് ലേഖനം 4-7 വാക്യം. അവിടെ പറയുന്നു, ഞാൻ നല്ലപോർ പൊരുതി ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ആ വാക്കുണ്ടോ? നല്ലപോർ പൊരുതി. ഞാൻ ചിന്തിക്കുന്നത്, തന്റെ ജീവിതത്തിന്റെ പിന്നാമ്പുറത്തിലേക്ക് താൻ തിരിഞ്ഞു നോക്കുമ്പോ ദൈവം ഏൽപ്പിച്ചത് മുഴുവൻ പൂർത്തീകരിച്ചു എന്നുള്ള 100% ഉറപ്പ് പോളിനുണ്ട്. അതുകൊണ്ടാ പറഞ്ഞു, ഞാൻ നല്ലപോർ പൊരുതി, ഞാൻ ഓട്ടം തികച്ചു. എന്റെ മുമ്പിൽ ഇരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ ചോദിക്കുകയാണ്, നിങ്ങളെ വിശ്വാസത്തിൽ വന്നിട്ട് എത്ര കാലമായി? നിങ്ങൾ ശുശ്രൂഷയിലായിട്ട് എത്ര കാലമായി? തിരിഞ്ഞു നോക്കുമ്പോൾ എന്നെ കൊണ്ട് ദൈവം ചെയ്യാൻ ആഗ്രഹിച്ചതെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട് ഇതുവരെ എന്ന് പറയാൻ പറ്റുമോ? ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ ആ വിഷയത്തിൽ തൃപ്തനല്ല, സത്യം. ഞാൻ ആ വിഷയത്തിൽ തൃപ്തനല്ല. ചിലപ്പോൾ എനിക്ക് തോന്നാറുണ്ട്, കുറച്ചുകൂടെ വായിക്കണമായിരുന്നു, കുറച്ചുകൂടെ പഠിക്കണമായിരുന്നു, കുറച്ചുകൂടെ പ്രസംഗിക്കണമായിരുന്നു, കുറച്ചുകൂടെ ശുശ്രൂഷിക്കണമായിരുന്നു, കുറച്ചുകൂടെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമായിരുന്നു. ആമേൻ. അപ്പൊ പൗൽ പറയുന്നു, ഞാൻ നല്ലപോർ പൊരുതി ഓട്ടം തികച്ചു, ഞാൻ വിശ്വാസം കാത്തു. ഗലാത്യലേഖനം 2:2 പൗലോസ് പറയുന്നുണ്ട്, ഞാനൊരു വെളിപ്പാടനുസരിച്ചാണ് പോയത്, ഞാൻ ഓടിയതോ വെറുതെയായി എന്ന് വരാതിരിപ്പാൻ. കണ്ടോ, ഞാൻ ഓടിയതോ തന്റെ ശുശ്രൂഷയെ, തന്റെ ജീവിതത്തെ ഓട്ടത്തോടെ ഇവിടെ വീണ്ടും വീണ്ടും ഉപമാനം ചെയ്തിരിക്കുകയാണ്. ഫിലിപ്പിലേഖനം 2:16 നോക്കുകയും അവിടെ എഴുതിയിരിക്കുന്നു, അങ്ങനെ ഞാൻ ഓടിയതും അധ്വാനിച്ചത്. കണ്ടോ, ക്രിസ്തീയ ജീവിതത്തെ എങ്ങനെയാണ് വിശദീകരിക്കുന്നതെന്ന്. ഇവിടെയെല്ലാം ഓട്ടം എന്ന പദം നിങ്ങൾ കാണുന്നുണ്ട്.
സ്തോത്രം. ഫിലിപ്പി ലേഖനം 3:14 നോക്കിക്കേ, അവിടെ പറയുന്നു, ഒന്ന് ഞാൻ ചെയ്യുന്നു, പിൻപിലുള്ളത് മറന്നും മുൻപിലുള്ളത് ആഞ്ഞും കൊണ്ട് ക്രിസ്തുയേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദിനായി ലാക്കിലേക്ക് ഓടുന്നു. ആ വാക്യം നെഞ്ചോട് ചേർത്ത് വെച്ച് എത്ര പേർക്ക് പറയാൻ പറ്റും? എല്ലാവരും കൂടെ പറഞ്ഞേ, അത് കാണിക്കുന്നുണ്ടോ? ഫിലിപ്പി ലേഖനം 3:14. ഒന്ന് ഞാൻ ചെയ്യുന്നു. എല്ലാവരും കൂടെ പറഞ്ഞേ, എന്നാ? ഒന്ന് ഞാൻ, ബാക്കി പറ. പിൻപിലുള്ളത് മറന്നും മുൻപിലുള്ളത് ആഞ്ഞും കൊണ്ട് ക്രിസ്തുയേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദിനായി ലാക്കിലേക്ക് ഓടുന്നു. ഞാൻ ഓടുന്നു. പിൻപിലുള്ളത് മറന്നു, മുൻപിലുള്ളത് ആഞ്ഞും കൊണ്ട് ഓടുന്നു. സഹോദരങ്ങളെ, നിങ്ങൾ അറിയണം, നമ്മൾ വളരെ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു ലൈഫ് നയിക്കുന്നവരാണ്. കേവലം ഒരു രോഗസൗഖ്യമല്ല നമ്മുടെ ലക്ഷ്യം, ഒരു വീസ അല്ല നമ്മുടെ ലക്ഷ്യം. ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾ കാനഡ ലൈഫിനകത്ത് സെറ്റ് ആവരുത് കേട്ടോ. നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തെങ്കിലും ഒരു കാര്യം കൊണ്ട് നിങ്ങളുടെ ജോലി സ്ഥലത്ത് നിന്ന് ഇവിടെ ഒന്ന് ഡീപ്പോർട്ട് ചെയ്യത്തില്ലെന്ന് പറയാൻ പറ്റുമോ? അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇതിനകത്ത് അങ്ങ് സെറ്റ് ആകരുത്. ഞാൻ ഇവിടെ എല്ലാം അങ്ങ് സെക്യൂർ ആണ്, അങ്ങനൊന്നും പറയരുത്. സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ 2009 തൊട്ട് ലോകവ്യാപകമായി സഞ്ചരിക്കുന്ന ഒരാളാണ്. എൻ്റെ സഞ്ചാരങ്ങളിൽ പലയിടങ്ങളിൽ കഷ്ടപ്പെടുന്ന ഒത്തിരി ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. ആമേൻ. പല ആളുകളും വ്യക്തിപരമായി ഞങ്ങളോട് സംസാരിക്കാറുണ്ട്. അതുകൊണ്ട് ഇവിടൊക്കെ വന്ന് ജീവിക്കാൻ കഴിയുന്നതിൽ സ്തോത്രം. ആമേൻ. പക്ഷെ അതെല്ലാം നന്ദിയോടെ വേണം അനുഭവിക്കാൻ. അല്ലാതെ എന്തോ ഒരു സ്വാതന്ത്ര്യമുള്ള ജീവിതം കിട്ടി എന്നുള്ള സ്റ്റൈലിൽ ഇവിടുത്തെ ഒരു ക്രിസ്തീയ ജീവിതം നിങ്ങൾ നയിക്കരുത്. ആമേൻ. ആരോഗ്യം ദൈവം തന്നാലേ ഉള്ളൂ, ആയുസ് ദൈവം തന്നാലേ ഉള്ളൂ, ബലം ദൈവം തന്നാലേ ഉള്ളൂ, കരുത്ത് ദൈവം തന്നാലേ ഉള്ളൂ. ഓ, വളരെ ശ്രദ്ധയോടെ ഇരിക്കണം കേട്ടോ. ദൈവം തന്നില്ലെങ്കിൽ ഒന്നുമില്ല. അത് നിങ്ങൾ കൃത്യമായിട്ട് അറിയണം. ആരെയാണോ ദൈവം അനുഗ്രഹിച്ചിട്ടുള്ളത് അവരാണ് അത് പ്രാപിച്ചിട്ടുള്ളത്. ജീസസ്. വളരെ ഫോക്കസ്ഡ് ആയിരിക്കണം. എന്നോടൊപ്പം ഉണ്ടെങ്കിൽ കർത്താവിനെ ഒരുമിച്ചൊന്ന് മഹത്വപ്പെടുത്തിയാട്ട്. അപ്പൊ നമ്മളൊരു ഓട്ടക്കളത്തിലാണ് നിൽക്കുന്നത്. നമ്മളൊരു ഓട്ടക്കളത്തിലാണ്. ഈ ഓടുന്നവരോട് ഭയങ്കര നിർദ്ദേശമുണ്ട് കേട്ടോ. ക്രിസ്തീയ ജീവിതം എന്ന ഓട്ടക്കളത്തിൽ ഓടാൻ നിൽക്കുന്നവരോട് നിർദ്ദേശമുണ്ട്. എന്താണ് നിർദ്ദേശം? അവിടെ നമ്മൾ വായിക്കുന്നുണ്ട്, ഇങ്ങനെ ഓടാൻ നിൽക്കുന്നവർ സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട്. അപ്പൊക്കെ എന്തൊക്കെ വിടണം? സകല ഭാരം വിടണം. എല്ലാരും കൂടെ ഒന്ന് പറഞ്ഞു, എന്നാ വിടേണ്ടത്? സകല ഭാരവും വിടണം. അടുത്ത വാക്ക്, മുറുകെ പറ്റുന്ന പാപം വിടണം. ഈ സകല ഭാരം എന്ന് പറയുമ്പോൾ രണ്ട് തരത്തിൽ ഈ ഭാരങ്ങളെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഒന്ന്, അത് വെറിക്കൂത്തുകൾ, ജഡത്തിന്റെ ഇമ്പങ്ങൾ, ഇതെല്ലാം ഭാരമാകാൻ സാധ്യതയുള്ളതാണ്. ആമേൻ. നമ്മൾ ഈ സമയമാന്റതം എന്ന പാട്ട് പാടുമ്പോ അതിനകത്തുള്ളൊരു വരിയുണ്ടല്ലോ, ഭാരങ്ങൾ കൂടുന്നതീന് ഒന്നും വേണ്ട
യാത്രയിൽ ഭാരങ്ങൾ കൂടുന്ന ദീന് ഒന്നും വേണ്ട യാത്രയിൽ അല്പമാപ്പം വിശപ്പീന് സ്വൽപ്പം വെള്ളം ദാഹിക്കില്ല. ഈ യാത്രയെ ദുഷ്കരമാക്കുന്ന ഭാരങ്ങളുണ്ട്. അതിനെ വിടണമെന്നാണ് പറയുന്നത്. അതെന്തുമാകട്ടെ അതിനെ വിടണം. ഓടാൻ നിൽക്കുന്നവരെ നിങ്ങൾ കണ്ടിട്ടില്ല? അവര് എത്രയും ലൈറ്റായിട്ടുള്ള ഫ്രീ മൂവ്മെന്റ് ഉള്ള ഡ്രസ്സുകളാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾ ട്രാക്ക് സൂട്ട് വാങ്ങിയിട്ടില്ലേ, അല്ലെങ്കിൽ ഉപയോഗിച്ചിട്ടില്ലേ? അത് അവിടെ ഇവിടെ ഇറുകി പിടിച്ചിരിക്കുന്നതായിരിക്കത്തില്ല, ഫ്രീ മൂവ്മെന്റിന് സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെയാ പറയുന്നത്, എല്ലാ ഭാരവും വിടണം, എല്ലാ ഭാരവും വിടണം. നമ്മുടെ ശ്രദ്ധയെ അലട്ടുന്ന, നമ്മുടെ യാത്രയുടെ വേഗതയെ കുറയ്ക്കുന്ന ഒരു ഭാരവും നമ്മൾ ചുമക്കാൻ പാടില്ല. അതിനെ വിടുക, സകല ഭാരവും വിടുക. പ്രൈസ് ദി ലോർഡ്. എന്റെ പ്രിയരെ, ഞാൻ വളരെ ലക്ഷ്യത്തോടു കൂടിയാണ് ഇന്ന് രാത്രിയിൽ ഈ ദൈവവചനം സംസാരിക്കുന്നത്. വളരെ പ്രാർത്ഥനയോടെ, വളരെ ലക്ഷ്യത്തോടെ ഈ വചനത്തെ നിങ്ങളുടെ മുൻപിൽ ഞാൻ പങ്കുവെക്കുകയാണ്. ഹല്ലേലൂയ. നിങ്ങൾ ക്രിസ്തീയ ജീവിതത്തിൽ കുറച്ചുകൂടെ ഫോക്കസ്ഡ് ആകാൻ, നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് കർത്താവ് നിങ്ങളോട് സംസാരിക്കുന്ന സമയങ്ങളായത്. ഹല്ലേലൂയ. ആരെങ്കിലും ചോദിക്കുകയാണ്, പാസ്റ്റർ PR-ന്റെ കാര്യം വല്ലതും പറയാനുണ്ടോ? ദൈവം എനിക്ക് തന്നൊരു റെവലേഷൻ ഞാൻ പറയാം. നമ്മളുടെ സ്പിരിച്വൽ ലൈഫ് സെറ്റ് ആകുന്നതനുസരിച്ച് നമ്മുടെ ഫിസിക്കൽ ലൈഫ് സെറ്റ് ആകും. സ്തോത്രം. അല്ലാതെ നമ്മുടെ ഇവിടെ ഉള്ളതെല്ലാം കൂടെ ഒന്ന് സെറ്റ് ആക്കിയിട്ട് പറ്റിയാൽ സ്പിരിച്വൽ ലൈഫ് നോ. ആദ്യം കർത്താവിന്റെ കാര്യം നോക്കിയാൽ കർത്താവ് നമ്മുടെ കാര്യം നോക്കുക. അതാ അതിന്റെ ഒരു രീതി. മുന്നമേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക. അതുകൊണ്ട് തന്നെ ഞാൻ വളരെ താല്പര്യത്തോടെ, വളരെ സമർപ്പണത്തോടെ പറയട്ടെ, കർത്താവിന്റെ കാര്യത്തെ നോക്കുക, കർത്താവ് നിന്റെ കാര്യത്തെ നോക്കും. എത്ര പേര് അത് വിശ്വസിക്കുന്നുണ്ട്? ആമേൻ. പോരെ, ശബ്ദം ഉയർത്തി ഒന്നുകൂടെ ഒന്ന് പറഞ്ഞാട്ട്. ഹല്ലേലൂയ. കർത്താവിന്റെ കാര്യം നോക്ക്. അപ്പൊ എല്ലാ ഭാരവും വിടണം. തീർന്നില്ല. അവിടെ പറയുന്നത് മുറുകെ പറ്റുന്ന പാപത്തെ വിടണം. ആ മുറുകെ പറ്റുന്ന പാപം എന്ന് പറയുമ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വസ്ത്രം ശരീരത്തിൽ മുറുകിയിരിക്കുന്നത് പോലെ തന്നെ നമ്മളെ കവർ ചെയ്യുന്ന ഒരു പാപം. ആ പാപത്തിന്റെ പേരെന്താണെന്ന് പറയുന്നില്ല. പാപം എന്ത് തന്നെയായാലും നിങ്ങൾ ഈ പാപം എന്ന് പറയുന്ന വേർഡ് തന്നെ ശ്രദ്ധിക്കണം. പാപം, സിൻ, അതിന് ഗ്രീക്കിൽ ഹമാർഷിയ എന്ന പദമാണ് ഉപയോഗിക്കുന്നത്. ഹമാർഷിയ എന്ന് പറയുമ്പോൾ മിസ് ദ മാർക്ക്, ലക്ഷ്യം തെറ്റിപ്പോകുക. അത് ഈ ഒളിമ്പിക്സുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള ഒരു വേർഡാണ്. ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ടു എന്ന് പറയുമ്പോൾ അമ്പെയ്യാൻ നിൽക്കുന്നവൻ ലക്ഷ്യസ്ഥാനത്തേക്ക് അമ്പെയ്യുമ്പോൾ ആ ലക്ഷ്യസ്ഥാനത്ത് അത് കൊണ്ടില്ലെങ്കിൽ അവിടെ നിൽക്കുന്ന റഫറി വിളിച്ചു പറയുന്ന വാക്കാണ് ഹമർഷിയ എന്ന് പറഞ്ഞാൽ മിസ് ദ മാർക്ക്. ആ ലക്ഷ്യം തെറ്റിപ്പോയി. പാപം എന്ന് പറയുന്നത് എപ്പോഴും ലക്ഷ്യം തെറ്റുന്നതാണ്. ആമേൻ. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയാം, പാപത്തിന്റെ ഒരു പേരൊന്നും എടുത്തു പറയുന്നില്ല. പക്ഷേ നമ്മുടെ ക്രിസ്തീയ ജീവിതം എന്ന ഓട്ടത്തെ കുഴയ്ക്കാൻ സാധ്യതയുള്ള എന്തെങ്കിലും ഒന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാ മുറുകെ പറ്റുന്ന പാപം. മുറുകെ പറ്റുന്ന പാപം. ഹല്ലേലൂയ. ശരിക്കും അത് നിങ്ങൾ അറിയണം. ചിലപ്പോൾ വിശ്വാസത്യാഗം പോലെയുള്ള വിഷയങ്ങളായിരിക്കും. ഹല്ലേലൂയ. ഈ വിശ്വാസത്യാഗം എന്ന് പറയുമ്പോ ഞാൻ അതിനെ ഒരു വേള ഒന്ന് വിശദീകരിക്കാം. നിങ്ങൾ എന്നോടൊപ്പം വരണേ. വിശ്വാസത്യാഗം എന്ന് പറയുമ്പോൾ പൊതുവെ അതിന് ഉപയോഗിക്കുന്ന പദം അപ്പോസ്റ്റസി എന്ന. അപ്പോസ്റ്റസിയ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് അപ്പോസ്റ്റസി എന്ന പദം വന്നത്. ദൂരെ പോകുക, അകന്നു പോകുക എന്നൊക്കെയാ അതിന്റെ അർത്ഥം. വാസ്തവത്തിൽ
ആമേൻ. ക്രിസ്തീയ ജീവിതത്തിന്റെ ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്തേണ്ടതിന് പകരം, കർത്താവിൽ കൂടുതൽ ആശ്രയിക്കേണ്ടതിന് പകരം നമ്മളങ്ങ് അകന്നു പോവുക. മറ്റു പലതിന്റെയും ആസ്വാദനത്തിൽ മുഴുകി നമ്മളങ്ങ് അകന്നകന്നു പോകുക. ഇതാണ് അപ്പോസ്റ്റസി. ഹല്ലേലൂയ. ഒരു വലിയ കൂട്ടത്തിൽ ഇത് കേറിയിട്ടുണ്ട് കേട്ടോ. ഈ ചില കുടുംബങ്ങൾ അവർ ഒരുമിച്ച് ജീവിക്കുന്നുണ്ടെങ്കിലും മെന്റലി ഡിവോഴ്സ്ഡ് ആണ്. തമ്മിൽ ഒരു മാനസിക ഐക്യവുമില്ല. ഹല്ലേലൂയ. ചിലര് പറയത്തില്ലേ, എനിക്ക് നിങ്ങളോട് ഭയങ്കര അകൽച്ചയാ കേട്ടോ, ഒരു 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 മാനസിക അടുപ്പമില്ല, മെന്റലി ഡിവോഴ്സ്ഡ് ആണ്. ഇതുപോലെയാണ് ജഡം കൂട്ടായ്മയ്ക്കകത്തുണ്ടെന്നേ ഉള്ളൂ. അവരുടെ മനസ്സോ അവരുടെ ഹൃദയമോ ആരാധനയിലും കൂട്ടങ്ങളിലും ഒന്നുമില്ല. സ്തോത്രം. അവർ വേറെ ഏതോ ഒരു ലോകത്താണ്. പാസ്റ്റർ കൂടെ കൂടെ ഇങ്ങനെ വിളിക്കുന്ന കൊണ്ട് ഇങ്ങ് വരുക, നിർബന്ധിക്കുന്ന കൊണ്ട് അങ്ങ് വരുക. ഹല്ലേലൂയ. ഞാൻ പറയാം, അങ്ങനെയെങ്ങാണ് നിങ്ങൾ വരുന്നതെങ്കിൽ ഈ മനുഷ്യനെ കൊണ്ട് തോറ്റു എന്നുള്ള പരുവത്തിൽ പരാതി ഒഴിവാക്കാനായിട്ടാണ് നിങ്ങൾ ആരാധനയ്ക്ക് വരുന്നതെങ്കിൽ നിങ്ങളൊരു പരാജയമാണെന്ന് ഞാൻ പറയാം. അത് അപ്പോസ്റ്റസിയാണ്. ജീസസ്. ഞാൻ ഈ അപ്പോസ്റ്റസിയെ കുറച്ചുകൂടെ വിശദീകരിക്കാം കേട്ടോ. അപ്പോസ്റ്റസി എന്ന് പറയുമ്പോ അതില് ഒരുപാട് മേഖലകളുണ്ട്, അതിനൊരുപാട് ഏരിയകളുണ്ട്. അപ്പോസ്റ്റസിയുടെ ഒന്നാമത്തെ ഭാഗം ദൈവപ്രിയമില്ലാത്തതാണ്. എല്ലാവരും കൂടെ പറഞ്ഞേന്, ദൈവപ്രിയമില്ലായ്മ. ദൈവപ്രിയമില്ലായ്മ എന്ന് പറയുമ്പോ പാടുന്നുണ്ട്, പക്ഷെ ദൈവപ്രിയമില്ലാതെ. വർഷിപ്പ് ചെയ്യുന്നവരൊക്കെ എന്നോട് ഒപ്പം വരണേ. സ്റ്റേജിൽ കയറി നിൽക്കുമ്പോ പാട്ടിങ്ങനെ നടക്കുന്നുണ്ട്, സ്തോത്രം, പക്ഷേ ദൈവപ്രിയമില്ല. പോൾ പറഞ്ഞ ഒരു കാര്യം, ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരായി. പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷെ എന്നാ ഇല്ല, ദൈവപ്രിയമില്ല. ചർച്ചിനകത്ത് വരുന്നുണ്ട്, പക്ഷെ എന്നാ ഇല്ല, ദൈവപ്രിയമില്ല. അപ്പൊ ആരാധിക്കുന്നവർ ദൈവപ്രിയത്തിൽ വേണം ആരാധിക്കാൻ. എന്റെ പ്രിയപ്പെട്ടവരെ, ദൈവത്തോടുള്ള ആ ഒരു സ്നേഹം ഇല്ലാതാണ് നമ്മൾ ഇത് ചെയ്യുന്നതെങ്കിൽ പ്രയോജനം ഇല്ലെന്ന്. ദൈവപ്രിയ ഇല്ലെങ്കിൽ ഗുണമില്ല. അത് അപ്പോസ്റ്റസിയുടെ ഒന്നാമത്തെ ലക്ഷണമാണ്. ദൈവപ്രിയമില്ല. ആമേൻ. ചടങ്ങിന് പരിപാടിയൊക്കെ നടക്കുന്നുണ്ട്. ഞാൻ നിങ്ങളോട് ചോദിക്കുക, നിങ്ങൾ എങ്ങനെയാണ് ആരാധിക്കുന്നത്? കഴിഞ്ഞ സൺഡേ നിങ്ങൾ ആരാധിച്ചത് എങ്ങനെയാണ്? ദൈവപ്രിയത്തിലാണ്. ഇത് ശരിക്കും മനസ്സിലാകുമ്പോഴാണ് നമ്മൾ അറിയാതെ ആരാധിച്ചു പോകുന്നത്. ഇത് തിരിച്ചറിയണം കേട്ടോ. ദൈവപ്രിയത്തിൽ വേണം ആരാധിക്കാൻ. അങ്ങനെയുള്ളവർ ആരാധിക്കുമ്പോഴാണ് കണ്ണ് നിറയുന്നത്. അങ്ങനെയുള്ളവർ ആരാധിക്കുമ്പോഴാണ് ഹൃദയം നിറഞ്ഞ് ആരാധിക്കുന്നത്. അല്ലാത്തവർക്ക് അത് പറ്റത്തില്ല. ദൈവപ്രിയത്തിൽ ആരാധിക്കണം. അപ്പൊ ഒന്ന്, ദൈവപ്രിയമില്ലായ്മ. രണ്ട്, അവർ ക്രിസ്തു നിഷേധികളായിരിക്കും. അതൊരുപാട് വിശദീകരിക്കേണ്ട കാര്യമില്ല. മൂന്ന്, അവർ പത്യോപദേശത്തെ നിഷേധിക്കുന്നവരായിരിക്കും. പത്യോപദേശം എന്ന് പറയുമ്പോൾ സൗണ്ട് ഡോക്ട്രിൻ. അവർക്ക് സൗണ്ട് ഡോക്ട്രിനോട് വലിയ താല്പര്യമില്ല. അവർക്ക് ഇങ്ങനെ ഫ്രീ ബേർഡ്സ് ആയിട്ട് ഇങ്ങനെ പറക്കണം. സൗണ്ട് ഡോക്ട്രിൻ വേണ്ട. പത്യോപദേശ നിഷേധം. ഹല്ലേലൂയ. അവർക്ക് കർണരസമാകുമാറുള്ള വേർഡുകളെ കേൾക്കേണ്ടത്. 2 തിമോഥെയോസ് ലേഖനം 4:3 വാക്യത്തിൽ അത് എഴുതിയിട്ടുണ്ട്. അവർ പത്യോപദേശം പൊറുക്കാതെ. ആ വാക്യം നോക്കിക്കോണേ. കണ്ടോ? അവർ പത്യോപദേശം പൊറുക്കാതെ കർണരസമാകുമാർ. ആ വാക്കുണ്ടോ? എല്ലാവരും കൂടെ പറഞ്ഞു, എന്നാ രസ? കർണരസം. കർണരസം എന്ന് പറയുമ്പോൾ ഇച്ചിങ് ഇയേഴ്സ്. KJV-ക്കകത്ത് ആ വാക്ക് എഴുതിയിരിക്കുന്നത് ഇച്ചിങ് ഇയേഴ്സ്. ഇച്ചിങ് ഇയേഴ്സ് എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? നമ്മൾ ഈ പണ്ട് ഈ ബഡ്സ് ഒക്കെ വരുന്നതിന് മുമ്പ് ചെവി തൂവലിടുമായിരുന്നല്ലോ. അപ്പൊ ഈ തൂവൽ ഇങ്ങനെ ചെവിയിലിടുമ്പോ ചെവിക്കുണ്ടാകുന്ന ഒരു രസം ഉണ്ടല്ലോ, അതാണ് ഇച്ചിങ് ഇയേഴ്സ്. അതായത് ചെവിയെ ഒരു പൊടി സുഖത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു സംഭവം, ഇച്ചിങ് ഇയേഴ്സ്. പത്യോപദേശം വേണ്ട, സൗണ്ട് ഡോക്ട്രിൻ വേണ്ട.
ആമേൻ. അവര് പകരം സ്വന്തം മോഹങ്ങൾക്കൊത്തവണ്ണം എപ്പോഴും അനുഗ്രഹം പറഞ്ഞാൽ മതി. ഈ ഇച്ചിങ്ങിയസ് എന്ന് പറയുന്നത് കർണരസമാകുമാറുള്ള പ്രസംഗം രണ്ട് വിധത്തിലാണ്. ഒന്ന്, എപ്പോഴും അനുഗ്രഹം തന്നെ പറയണമെന്നുള്ള ശാഠ്യം. രണ്ട്, ഒത്തിരി തമാശ വേണമെന്നുള്ള ചിന്ത. അതുകൊണ്ടാണല്ലോ നമ്മുടെ ചില യോഗങ്ങളിൽ നമ്മൾ പോയിട്ട് ഇപ്പൊ പറയുന്നത് ചിരിച്ചു 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 ചിരിച്ചു, അയ്യോ എന്നാ ചിരിയായിരുന്നു. സ്വതന്ത്രം ഇച്ചിങ്ങിയസ് ആണ്. അതുപോലെ തന്നെയാണ് ഈ അനുഗ്രഹം കേട്ട് 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 എപ്പോഴും അനുഗ്രഹമാണ് വേണ്ടുന്നത്. നിന്നെ വർദ്ധിപ്പിക്കാൻ പോകുന്നു, നിന്നെ ഉയർത്താൻ പോകുന്നു, നിന്നെ വളർത്താൻ പോകുന്നു, നീ പെരുകാൻ പോകുന്നു, കാനഡ മുഴുവൻ പിടിച്ചടക്കാൻ പോകുന്നു, ഹാലിഫാക്സിന്റെ ഒത്ത നടുക്ക് 200 ഏക്കർ ഭൂമി നിനക്ക് തരാൻ പോവുകയാണ്. ഇതൊക്കെ കേൾക്കുമ്പോ നമുക്ക് വലിയ സന്തോഷമാണ്. ഇവിടെ നിനക്ക് ഒരു 18 വീട് തരാൻ പോവാ, വലിയ സന്തോഷമാണ് നമുക്ക്. ഇതും ഒരു തരം കർണരസമാകുമാറുള്ള പ്രസംഗത്തിന്റെ ഭാഗമാണ്. അപ്പൊ പത്യോപദേശം വേണ്ട. ഡോക്ടറിൻ പറയാൻ തുടങ്ങിയാൽ നമ്മൾ ഇവിടുന്ന് പെതുക്കെ ഇറങ്ങും. ഡോക്ടറിൻ പറയാത്ത എവിടെയെങ്കിലും ഉണ്ടോ? അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്. ഇവിടെ ഇരിക്കുന്ന ഭൂരിപക്ഷം സഹോദരിമാര് നേഴ്സസ് ആണെന്ന് എനിക്കറിയാം. ഇങ്ങനെയുള്ളവർ വെന്റിലേറ്ററിൽ നിന്ന് ചാടുന്ന പോലെ. വെന്റിലേറ്ററിൽ ഇടുന്ന എപ്പോഴാണ്? ടൈനോൾ കൊടുത്ത് വീട്ടിൽ വിടാൻ പറ്റുന്ന രോഗങ്ങൾക്കാരെയും വെന്റിലേറ്ററിൽ ഇടാറില്ല. വെന്റിലേറ്ററിൽ ഇടുന്നത് അങ്ങേയറ്റം ചെല്ലും വിടാം. ചിലരുണ്ടല്ലോ വെന്റിലേറ്റർ വലിച്ചൂരിയിട്ട് പൊക്കളയും. ദൈവവചനം കേൾക്കുന്ന ഇടത്തുനിന്ന് ഇല്ലാത്ത ഇടത്തോട്ട് പോകുമ്പോ വെന്റിലേറ്ററിൽ നിന്ന് ചാടുന്നത് പോലെയാ. കേൾക്കുന്നുണ്ടെന്ന് എന്റെ ചിന്ത. ഇവിടാണ് 2.5 മണിക്കൂറുണ്ട്, അവിടാണ് 1 മണിക്കൂറേ ഉള്ളു. എല്ലാം കൊണ്ട് 1 മണിക്കൂർ കൊണ്ട് ബാക്കി എവിടെ പോനെ? കൈവക്കണ്ട, പ്രാർത്ഥിച്ചോണ്ടിരുന്നാൽ മതി. നിങ്ങൾ പറയുന്നില്ല 2.5 മണിക്കൂർ ഒത്തിരി കൂടുതലാന്ന്. ഇവിടെ 2.5 മണിക്കൂർ ആണോന്ന് എനിക്ക് അറിയത്തില്ല. നിങ്ങൾ പറയുന്നില്ല ഒത്തിരി കൂടുതലാണെന്ന്. എങ്ങോട്ട് പോകാനാ ബാക്കി? എന്തിനാണ് ബാക്കിയുള്ള ഈ 1.5 മണിക്കൂർ? അത് പിടിച്ചിട്ട് എന്തെടുക്കാനാ? ഉറങ്ങാനോ? റെസ്റ്റോറന്റിൽ പോയിരുന്ന് വെടി പറയാനോ? എന്തിനാണ് പോകുന്നേ? എവിടെ പോകുന്നേ? ഹല്ലേലൂയ. പത്യോപദേശം പൊറുക്കാതിരിക്കുക. അപ്പൊ ഇതുപോലുള്ള പല കാര്യങ്ങൾ ഞാൻ പറഞ്ഞത്, ഈ വിഷയങ്ങളെ വിലയിരുത്തുമ്പോൾ നമുക്ക് മനസ്സിലാകും നമ്മള് ഈ വിശ്വാസത്യാഗത്തിലാണോ. അപ്പൊ അതുകൊണ്ട് പോൾ പറയുന്നത്, നിങ്ങൾക്കൊരു ഓട്ടം മുന്നിൽ വെച്ചിട്ടുണ്ട്. നിങ്ങൾ അതുകൊണ്ട് ഈ പറയുന്നതിനെല്ലാം വിടണം. ഏതിന്? സകല ഭാരത്തെയും മുറുകെ പറ്റുന്ന പാപത്തെയും വിടണം. ആമേൻ. ആ മുറുകെ പറ്റുന്ന പാപത്തെ അടുത്ത 3 വാക്കുകൾ കൊണ്ട് പരിചയപ്പെടുത്താം. കൺമോഹം, ജഡമോഹം, ജീവനത്തിന്റെ പ്രതാപം. എല്ലാരും കൂടെ ഉച്ചത്തിൽ പറ. കൺമോഹം, ജഡമോഹം, ജീവനത്തിന്റെ പ്രതാപം. അപ്പൊ ഓട്ടത്തിൽ നിന്ന് നമ്മളെ തടയുന്ന ഈ പ്രശ്നങ്ങളെ നമ്മൾ വിടുക. മനഃപൂർവമായി വിടണം. കർത്താവിനോട് പറയണം, കർത്താവേ എന്നെ സഹായിക്കണം. ഓ ജീസസ്, ഹല്ലേലൂയ. ഒരു 30 സെക്കൻഡ് എല്ലാവരും കൂടെ ചേർന്നൊന്ന് പ്രാർത്ഥിച്ചേ. 30 സെക്കൻഡ് എല്ലാവരും കൂടെ ചേർന്നൊന്ന് പ്രാർത്ഥിച്ചാണ്. കർത്താവേ, പരാജയപ്പെട്ട ഒരു ജീവിതമല്ല, ജയത്തിന്റെ ഒരു ജീവിതം എനിക്ക് തരണമേ. വാ തുറന്ന് പ്രാർത്ഥിര്, വാ തുറന്ന് പ്രാർത്ഥിര്. പരാജയത്തിന്റെ ജീവിതമല്ല, പരാജയത്തിന്റെ ജീവിതമല്ല, ജയത്തിന്റെ ജീവിതം. വിശ്വസ്തനാക്കെന്നെ കർത്താവേ, വിശ്വസ്തനാക്കെന്നെ കർത്താവേ. ഓട്ടമോടേണ്ടതുണ്ട്, ജയം നേടേണ്ടതുണ്ട്. ഓരോ നിമിഷവും കൃപതാ. ഒന്ന് ചെന്ന് പാടിക്കേ. ഓട്ടമോടേണ്ടതുണ്ട്, ജയം നേടേണ്ടതുണ്ട്.
ഓരോ നിമിഷവും കൃപതാ. പറ്റുമെങ്കിൽ അക്കരമൊന്ന് ഉയർത്തിപ്പിടിച്ച് കണ്ണുകളെല്ലാം ഒന്ന് അടച്ച് ഒന്നിച്ചൊന്ന് പാടിക്കേ. വിശ്വസ്തന എന്നെ കർത്താവേ, വിശ്വസ്തന എന്നെ കർത്താവേ. ഓട്ടമോടേണ്ടതുണ്ട്, ഓട്ടമോടേണ്ടതുണ്ട്, ജയം നേടേണ്ടതുണ്ട്. ഓരോ നിമിഷവും കൃപതാ. ഒന്നിച്ചൊന്ന് പാടിക്കേ. ഓട്ടമോടേണ്ടതുണ്ട്, ജയം നേടേണ്ടതുണ്ട്. ഓരോ നിമിഷവും കൃപതാ. ഗ്ലോറി, ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ മുൻപിൽ വെച്ചിരിക്കുന്ന ഓട്ടത്തെ, ക്രിസ്തീയ ജീവിതം എന്ന ഈ ലക്ഷ്യത്തെ ജയകരമായി നമ്മൾ പൂർത്തീകരിച്ചേ പറ്റൂ. അതിന് നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യണം. അതാണ് പ്രധാനമായും നമ്മൾ ഈ വാക്യത്തിൽ കാണുന്നത്. ആകയാൽ സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാവവും വിട്ട് നമുക്ക് മുൻപിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. ഇവിടെ പറയുന്ന വാക്ക് കണ്ടോ? നമ്മുടെ മുൻപിൽ ഈ സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് ഓടിയ ഒരു കൂട്ടരുണ്ട്. ആരാ? സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം. എല്ലാരും കൂടെ ഒന്ന് പറഞ്ഞേ, ആരാ നിൽക്കുന്നത്? പോരാ പോരാ, ശബ്ദം ഉയർത്തി പോരാ. ആരാ നിൽക്കുന്നത്? സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം. ഞാൻ ആ സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം എന്ന് പറയുമ്പോ, സ്തോത്രം, നിങ്ങൾ വളരെ നന്നായിട്ട് ശ്രദ്ധിക്കണം. അവർ ഈസി ആയിട്ട് ജയിച്ചവരല്ല. കനേഡിയൻ ഡോളർ കുമിഞ്ഞുകൂടിയപ്പോൾ ആമേൻ ജയിച്ചവരല്ല അവർ. ഹല്ലേലൂയ. വിവിധ രാജ്യങ്ങളിൽ ഭയങ്കര ധനാഢ്യരായിട്ടുള്ള ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ തന്നെ ഒരുപാട് വർഷങ്ങളായിട്ടും ഒന്നും നേടാൻ കഴിയാത്തവരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇവര് നേടിയവരോ നേടാത്തവരോ കാര്യങ്ങൾ വെട്ടിപ്പിടിച്ചവരോ ഒന്നുമല്ല. സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം എന്ന് പറയുമ്പോ അവര് വലിയ പ്രതിസന്ധിക്കകത്തുകൂടെ ജീവിതം നയിച്ചവരാണ്. ആമേൻ. നിങ്ങള് എബ്രായ ലേഖനം 11-ാം അധ്യായത്തിലേക്ക് വരണേ. ആ 11-ാം അധ്യായത്തില് അതിന്റെ ഒരു 37-ാമത്തെ വാക്യം തൊട്ട് നമ്മൾ വായിക്കണം. അവിടെയാണ് ഈ സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം എന്ന് പറയുന്ന ആ കൂട്ടരെ കുറിച്ച് നമ്മൾ കാണുന്നത്. അവരെങ്ങനെയാണ്, സ്തോത്രം, അവരെ ജീവിച്ചതെന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. 35-ാമത്തെ വാക്യം നോക്കിക്കേ. വേറെ ചിലർ, അല്ലെ മറ്റു ചിലർ ഏറ്റവും നല്ല ഒരു ഉയർത്തെഴുന്നേൽപ്പ് ലഭിക്കേണ്ടതിന് ഉദ്ധാരണം കൈക്കൊള്ളാതെ ഭേദ്യമേറ്റു. ഉദ്ധാരണം, ഡെലിവറൻസ്. ആമേൻ. ആ വാക്ക് നോക്കിക്കേ. നോട്ട് അക്സെപ്റ്റിംഗ് ഡെലിവറൻസ്. ഉദ്ധാരണം, അവർക്ക് ഡെലിവറൻസ് വേണ്ട എന്ന് പറഞ്ഞു. അവര് തടവറ കിടക്കുക, കേട്ടോ, ജയിലിൽ കിടക്കുക. അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് മോചനം വേണോ? അവര് പറഞ്ഞു, ഞങ്ങൾക്ക് മോചനം വേണ്ട, ഞങ്ങളെ കൊന്നേരെ, ഞങ്ങൾക്ക് ഏറ്റവും നല്ല ഒരു ഉയർപ്പ് കിട്ടും. ആമേൻ. വിജയിച്ചവരെന്ന് പറയുന്നവർ എങ്ങനെ വിജയിച്ചെന്നാ പറയുന്നത്? അതിന്റെ 36-ാമത്തെ വാക്യം നോക്കി. വേറെ ചിലർ പരിഹാസം, ചമട്ടി, ചങ്ങല, തടവ് ഇവയാലുള്ള പരീക്ഷ അനുഭവിച്ചു. ഈസി ആയിരുന്നില്ല അവരുടെ ജീവിതം. 37-ാമത്തെ വാക്യം. കല്ലേറേറ്റു, ഈർച്ചവാളാൽ അറുക്കപ്പെട്ടു. നിങ്ങൾ ഈർച്ചവാളെന്ന് പറയുമ്പോ നന്നായിട്ട് ശ്രദ്ധിക്കണേ. ഈർച്ചവാളെന്ന് പറയുമ്പോ, സ്തോത്രം, മില്ലിലെ തടി ഇറക്കുന്ന വാള് കണ്ടിട്ടില്ലേ? ഒരുപാട് പല്ലുള്ള വാള്. ആ വാളാൽ അറുക്കപ്പെട്ടെന്ന് നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുമോ? പച്ച ശരീരത്തിൽ ഈ ഈർച്ചവാള് വെച്ചിട്ട്, സോമില്ലെന്ന് കേട്ടിട്ടില്ലേ? ഈ വാള് വെച്ച് പച്ച ശരീരത്തിൽ അറക്കുന്നത് നിങ്ങൾ ആലോചിക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പച്ച ശരീരത്തില്. ഇന്നത്തെ ഈ മിഷനിൽ ഓടുന്ന, മോട്ടറിൽ ഓടുന്ന വാളുകളാണെങ്കിൽ ഒറ്റ സെക്കൻഡുകൾ കൊണ്ട് കാര്യം കഴിയും.
പക്ഷേ അന്നത്തെ കാലത്ത് അങ്ങനെ അല്ലല്ലോ. പ്രായമുള്ളവരോട് ചോദിച്ചാൽ അറിയാം, ഈ തടിമില്ലുകളൊക്കെ സജീവമാകുന്നതിന് മുമ്പ് തടി ഇറക്കുമായിരുന്നു. പക്ഷെ അത് രണ്ട് പേര് നിന്ന് രണ്ട് സൈഡിൽ നിന്ന് വലിക്കുമ്പോഴാണ് ഈ വാള് കൊണ്ട് തടി മുറിയുന്നത്. ഒരുപാട് സമയമെടുക്കും. ഇതുപോലെയാണ് ഈർച്ചവാള് വെച്ച് അറക്കുക. ഹല്ലേലൂയ. ഈർച്ചവാളാൽ അറുക്കപ്പെട്ടവർ തീർന്നില്ല. ജടയാടുകളുടെയും കോലാടുകളുടെയും തോൽ ധരിച്ചു. അത് നിങ്ങൾ മനസ്സിലാക്കണം. ജടയാടുകളുടെയും കോലാടുകളുടെയും തോൽ ധരിച്ചെന്ന് പറഞ്ഞ് ഷർട്ട് ധരിക്കുന്നത് പോലെയല്ല. ജടയാടുകളുടെയും കോലാടുകളുടെയും തോൽ ധരിച്ചെന്ന് പറഞ്ഞാലേ ഈ പീഡനത്തിന്റെ ഒരു വലിയ സംഭവം. അതായത് വിശുദ്ധന്മാരെ ഈ ആടുകളുടെ തോലിനകത്ത് പൊതിയും, എന്നിട്ട് അവരെ കൊണ്ടുവന്ന് വെയിലത്തിടും. നിങ്ങൾ ഈ തോലിന്റെ സ്വഭാവം മനസ്സിലാക്കിയിട്ടില്ലേ? ഈ തോൽ ഉണങ്ങുന്നതനുസരിച്ച് ചുരുങ്ങും. അപ്പൊ ജടയാടുകളുടെ കോലാടുകളുടെ തോലിനകത്ത് ഇങ്ങനെ ചുരുട്ടപ്പെട്ടവർ ഈ തോല് ഉണങ്ങി പരിവരിക്കുന്നതനുസരിച്ച്, അതിങ്ങനെ ചെറുതാകുന്നതനുസരിച്ച് ഈ ശരീരവും അതുപോലെ തകരും. ഇഞ്ചിഞ്ചായി അവരുടെ ശരീരം നുറുങ്ങും. അവരങ്ങനെ മരിക്കും. ഹല്ലേലൂയ. കർത്താവിന് വേണ്ടി നിന്നവരാ ജടയാടുകളുടെ കോലാടുകളെ തോല് ധരിച്ചവര്. ഇത് മാത്രമൊന്നുമല്ല. സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം എന്ന് പറയുമ്പോൾ കഴിഞ്ഞ കാലഘട്ടത്തിന്റെ പീഡനങ്ങളെ നിങ്ങൾ മനസ്സിലാക്കണം. ഈ അടുത്ത സമയത്ത് തന്നെ ഇറാഖിലും സിറിയയിലും ഒക്കെ നടന്ന ആ ക്രൈസ്തവ പീഡനങ്ങളിൽ അവരെന്തൊക്കെയാ ചെയ്തത് നിങ്ങൾക്കറിയായിരിക്കും. സ്തോത്രം. കുരിശൊക്കെ എടുത്തിട്ട് ഈ സഹോദരങ്ങളുടെ വായിക്കൂടെ അടിച്ചിറക്കുമായിരുന്നു. ഹല്ലേലൂയ. അങ്ങനെ കൊല്ലപ്പെട്ട ആളുകൾ ഈ വർഷങ്ങളിൽ സംഭവിച്ച കാര്യമാണ്. 1-2 വർഷത്തിനുള്ളിൽ ഇറാഖിലും സിറിയയിലും ഒക്കെ നടന്ന കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ഹല്ലേലൂയ. ഇതിനേക്കാൾ വലിയ സംഭവങ്ങൾ അന്നും ഉണ്ടായിട്ടുണ്ട്. ആമേൻ. അത് മാത്രമൊന്നുമല്ല, ഇവിടെ ഈ എബ്രായ ലേഖനത്തിൽ പരാമർശിച്ചിരിക്കുന്നത് മാത്രമൊന്നുമല്ല. നീറോയുടെ കാലഘട്ടത്തിൽ നടന്ന പീഡനം എങ്ങനെയായിരുന്നു എന്നറിയാമോ? നീറോയുടെ കാലഘട്ടത്തിൽ നടന്ന പീഡനം എന്ന് പറയുന്നത്, സ്തോത്രം, വിശുദ്ധന്മാരെ പിടിച്ച് ഉദ്യാനങ്ങളിൽ നാട്ടിയിരിക്കുന്ന കൽത്തൂണുകളിൽ ബന്ധിക്കും. എന്നിട്ട് അവരുടെ ശരീരം മുഴുവൻ മെഴുകുശീലകൾ കൊണ്ട് ചുറ്റും. എന്നിട്ട് ആ മെഴുകുശീലകൾക്ക് രാത്രിയിൽ തീ കൊടുക്കും. മെഴുകുതിരി കത്തിത്തീരുന്നത് പോലെ ഈ വിശുദ്ധന്മാരുടെ ശരീരം ഇഞ്ചിഞ്ചായി കത്തും. ഹല്ലേലൂയ. എന്നിട്ട് അവരുടെ മുൻപിലൂടെ നഗ്നനായി കുതിരയെ ഓടിച്ച് നിർവൃതി അടയുന്ന മനുഷ്യനായിരുന്നു ഈ നീറോ എന്ന് പറയുന്ന മനുഷ്യൻ. വിശുദ്ധന്മാരെ മെഴുകുതിരി കത്തിക്കുന്നത് പോലെ കത്തിക്കുക. അത് മാത്രമല്ലായിരുന്നു പീഡനങ്ങൾ. വലിയ വലിയ വൃക്ഷങ്ങളെ പിടിച്ചടിപ്പിച്ചിട്ട് വലത്തുള്ള വൃക്ഷത്തിൽ വലത്ത് കൈയും വലത്തുകാലും ബന്ധിച്ച്, ഇടത്തുള്ള വൃക്ഷത്തിൽ ഇടത്ത് കൈയും ഇടത്തുകാലും ബന്ധിച്ചിട്ട് പിടിച്ചടിപ്പിച്ച കരുത്തോടെ വൃക്ഷങ്ങളെ തിരിച്ചുവിടുമ്പോ വൃക്ഷത്തിന്റെ വഴിക്ക് പോകുമ്പോ വിശുദ്ധന്റെ ശരീരം അതിന് നടുവിൽ 2 തുണ്ടായി കീറും. വലത്തുള്ള കൈയും കാലും വലത്തുള്ള വൃക്ഷത്തിലും, ഇടത്തുള്ള കൈയും കാലും ഇടത്തുള്ള വൃക്ഷത്തിലേക്കും, സ്തോത്രം, 2ആയി ചിന്തിപ്പോകും. ഇങ്ങനെ കൊല്ലപ്പെട്ട ആളുകൾ വയറിനകത്തേക്ക് വെള്ളം നിറച്ചിട്ട് വീർത്ത വയറിന്റെ പുറത്തുകൂടെ കുതിരയെ ഓടിച്ച് പച്ച വയറ് ചവിട്ടിപ്പൊട്ടിച്ച് കൊല്ലപ്പെട്ടവർ. അങ്ങനെയാണ് ക്രൈസ്തവ രക്തസാക്ഷികൾ ഒരു കാലഘട്ടത്തിൽ കൊല്ലപ്പെട്ടത്. അവിടെ കൊണ്ടൊന്നും തീരുന്നില്ല. കുഴിക്കകത്ത് വിശുദ്ധന്മാരെ ഇറക്കി നിർത്തി കുഴിയിൽ ഉമി നിറച്ചിട്ട് ഉമിക്ക് തീ കൊടുത്ത് ഉമിത്തീക്കകത്ത് ഇഞ്ചിഞ്ചായി കൊന്നൊടുക്കിയ ധീരന്മാരായിട്ടുള്ള രക്തസാക്ഷികൾ. ഹല്ലേലൂയ. സ്തോത്രം. ഒരു കുടുംബത്തെ ഒന്നായി കൊന്നൊടുത്ത എത്രയോ സന്ദർഭങ്ങൾ. സിംബോറോസയുടെ 7 മക്കളെ കുറിച്ച് ഞാൻ വായിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ഒരുവനെ നെഞ്ചു പിളർന്നും, മറ്റൊരുവനെ ഉദരം പിളർന്നും, വേറൊരുത്തന്റെ തല ഛേദിച്ചു. അങ്ങനെ ഇഞ്ചിഞ്ചായി കണ്ണിന്റെ മുൻപിൽ 7 മക്കളെ കൊന്നുകളഞ്ഞു. ഹല്ലേലൂയ. 7ാമത്തെ മകൻ കൊച്ചുകുഞ്ഞ്, അവനെ കുഴിച്ച് അവന്റെ മൂക്കറ്റം മണ്ണെത്തി. അവൻ മമ്മിയെ ദയനീയമായി നോക്കിയപ്പോൾ മമ്മി പറഞ്ഞു, മോനെ, യേശുവിനെ തള്ളിപ്പറയരുത്. അമ്മേൻ, നമുക്ക് അവിടെ വന്നിട്ട് കാണാം, യേശു അപ്പച്ചന്റെ മുന്നിൽ വെച്ച് കാണാം. അങ്ങനെ കൊല്ലപ്പെട്ട ധീര രക്തസാക്ഷികൾ. ഇഗ്നേഷ്യസ് എന്ന് പറയുന്ന രക്തസാക്ഷിയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഹല്ലേലൂയ. ഇഗ്നേഷ്യസിനെ കത്തിക്കുകയായിരുന്നു, പേര് പോലെ തന്നെ. വൃദ്ധനായ മനുഷ്യനെ വിറക് കൂട്ടിയിട്ടിരിക്കുന്ന കൂനയ്ക്കകത്തേക്ക് വലിച്ചു കയറ്റി
അതിന് നടുവിലുള്ള കൽത്തൂണിൽ ചേർത്ത് ബന്ധിക്കുവാൻ തുടങ്ങിയപ്പോൾ ഇഗ്നേഷ്യസ് പറഞ്ഞു, ഇതിനകത്തേക്ക് കയറി വരുവാൻ എന്റെ ദൈവം എനിക്ക് കരുത്ത് തന്നെങ്കിൽ ഈ തീക്കകത്ത് ബന്ധനമില്ലാതെ നിൽക്കുവാനും ദൈവം എനിക്ക് കരുത്ത് തരും. ഹല്ലേലൂയ. അങ്ങനെ മരിച്ചവർ, ഞാൻ പറഞ്ഞത് ഹല്ലേലൂയ, ഒരു ഗ്രൗണ്ടിന് ചുറ്റും ഗാലറിയിൽ ഇരുന്ന് ആമേൻ അപ്പ് 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 എന്ന് പറഞ്ഞ് കൈയടിക്കുന്നവർ, ഓട്ടക്കളത്തിൽ ഓടാൻ നിൽക്കുന്നവരെ പ്രോത്സാഹിപ്പിക്കുന്നത് പോലെ ഒരു കാലഘട്ടത്തിൽ ഓടി പ്രതിസന്ധിക്കകത്ത് വിജയിച്ച ദൈവമനുഷ്യർ ഇന്നും ഓടാൻ നിൽക്കുന്നവരെ പ്രോത്സാഹിപ്പിക്കുക. അപ്പ് അപ്പ് അപ്പ്. ഹല്ലേലൂയ. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മുൻപിൽ റോമൻ കൊളോസിയങ്ങളില്ല. ആമേൻ. നമ്മുടെ മുൻപിൽ നീറോമാറില്ല. റോമൻ കൊളോസിയം എന്താണെന്ന് ഞാൻ പറയാം. വലിയ കളിസ്ഥലമാണത്. വലിയ കളിസ്ഥലങ്ങൾ. പട്ടിണിക്കുന്ന വന്യമൃഗങ്ങളെ ഈ കൊളോസിയങ്ങളിലേക്ക് തുറന്നുവിടും. അവിടേക്ക് വിശുദ്ധന്മാരെ വലിച്ചെറിയും. പച്ചയ്ക്ക് വിശുദ്ധന്മാരുടെ ശരീരത്തെ ഈ മൃഗങ്ങൾ ആക്രമിക്കും. ഇത് കണ്ട് ഗ്യാലറിയിൽ ഇരിക്കുന്നവർ ആഘോഷിക്കും. നമ്മുടെ മുൻപിൽ റോമൻ കൊളോസിയങ്ങളില്ല. നമ്മുടെ മുൻപിൽ നീറോമാറില്ല. നമ്മുടെ മുൻപിൽ ഡൊമീഷ്യന്മാരില്ല. നമ്മുടെ മുൻപിൽ ഡയോക്ലീഷ്യന്മാരില്ല. ഈ ലോകത്തിലുള്ള ചിലതിനോട് നോ പറഞ്ഞ് ഒരു വിശുദ്ധ വർഗമായി നിൽക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഇതാണ് ഇവിടെ പറഞ്ഞത്. നോക്ക്, ഈ ഓട്ടം ഓടാൻ പറ്റത്തില്ല എന്ന് നീ ചിന്തിക്കണ്ട. സാക്ഷികളുടെ വലിയൊരു സമൂഹം, ജയിച്ചു കയറി വന്നവർ നമുക്ക് ചുറ്റും നിൽക്കുക. ഗ്ലോറി. ഇന്ന് രാത്രിയിൽ ജയകരമായ ഒരു ജീവിതം ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? ഒന്നുകൂടെ ഞാൻ ചോദിക്കുക, ജയകരമായ ഒരു ജീവിതം ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? എന്റെ പ്രിയരെ, നിങ്ങൾ നിൽക്കാനൊന്ന് ആഗ്രഹിച്ചാൽ മതി. നിങ്ങൾ നിൽക്കാനൊന്ന് കൊതിച്ചാൽ മതി. ദൈവകൃപയ്ക്കകത്ത് നിങ്ങൾ നിൽക്കാനൊന്ന് പ്രാർത്ഥിച്ചാൽ മതി. കർത്താവ് നിങ്ങളെ നിർത്തും. കർത്താവ് നിങ്ങളെ നിർത്തും. ഇന്ന് രാത്രിയിൽ കർത്താവിന് വേണ്ടി നിൽക്കുവാൻ കൊതിക്കുന്നവരുണ്ടെങ്കിൽ കർത്താവിനെ ഒരുമിച്ചൊന്ന് മഹത്വപ്പെടുത്തിയാട്ടെ. കർത്താവിനോട് പറയാൻ പറ്റുമെങ്കിൽ എന്ന് പറഞ്ഞ്, കർത്താവേ, എനിക്ക് നിൽക്കാൻ ഒരു അഭിഷേകം വേണം. എനിക്ക് നിൽക്കാൻ ഒരു അഭിഷേകം വേണം. പ്രാർത്ഥിക്കാൻ പറ്റുന്നവരൊക്കെ ഒന്ന് പ്രാർത്ഥിച്ച ചില മിനിറ്റുകൾ. ഞാൻ പ്രസംഗത്തിന്റെ ബാക്കി ഭാഗങ്ങൾ പറയുന്നതിന് മുൻപ് ഒന്ന് പ്രാർത്ഥിയുടെ. കർത്താവേ, ഈ മണ്ണിൽ പരാജയപ്പെടുന്നവരുടെ ഗണത്തിലല്ല, ജയിക്കുന്നവരുടെ ഗണത്തിൽ എന്നെയും എന്റെ തലമുറയെ നിർത്തണം. എത്ര പേര് പ്രാർത്ഥിക്കും? നിങ്ങൾ പ്രാർത്ഥിച്ചില്ലെങ്കിൽ ഇങ്ങനെയൊന്ന് പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് വേണ്ടി മറ്റൊരാളില്ല. കർത്താവിനോട് പറ, എന്നെ നിന്റെ കൃപയ്ക്കകത്തൊന്ന് നിർത്തണം. ഒരുമിച്ചൊന്ന് പ്രാർത്ഥിച്ച്, ഒരുമിച്ചൊന്ന് പ്രാർത്ഥിച്ച്, ഒരുമിച്ചൊന്ന് പ്രാർത്ഥിച്ച്. ഒരുമിച്ച് പ്രാർത്ഥിന്, ഒരുമിച്ച് പ്രാർത്ഥിന്, ഒരുമിച്ച്. എനിക്കറിയാം വളരെ ശാന്തമായിട്ടാണ് ഈ പ്രസംഗം പോകുന്നതെങ്കിലും ഇവിടെ കർത്താവ് ഇറങ്ങി വന്നിട്ടുണ്ട്. ഇവിടെ കർത്താവ് ഇറങ്ങി വന്നിട്ടുണ്ട്. എനിക്ക് നല്ല ബോധ്യമുണ്ട്. ഇതിന്റെ നടുവിൽ ചിലരെ കർത്താവ് ഭയങ്കരമായി നിറയ്ക്കുകയും ചിലരെ കർത്താവ് ഭയങ്കരമായി സ്പർശിക്കുകയും ചെയ്യുകയാണ്. അവൻ ഈ ഒന്നാമത്തെ ദിവസം നിങ്ങളുടെ തീരുമാനങ്ങളെ കർത്താവ് ഉറപ്പിക്കുക. നിങ്ങളുടെ പ്രതിഷ്ഠയെ കർത്താവ് ഉറപ്പിക്കുകയാണ്. അപ്പനില്ലാത്ത ഇടത്ത്, അമ്മയില്ലാത്ത ഇടത്ത്, സഹോദരങ്ങൾ ഇല്ലാത്ത ഇടത്ത് ഒരു ഫ്രീ ബേർഡ് ആയിട്ട് ജീവിക്കുകയല്ല. ഞാൻ ജീവിക്കുകയാണെങ്കിൽ യേശുവിന് വേണ്ടി ജീവിക്കുമെന്ന് പറയുന്ന ഒരനുഭവത്തിലേക്ക് ചിലരെ കർത്താവ് നടത്താൻ പോകുന്നു. ഉച്ചത്തിൽ പ്രാർത്ഥിക്കാൻ
അഗദന സഗതന ശാന്തൽ ജനാഥന രേഖ സഖ്യതന വിഗതമന ഗടഗദന. പരിശുദ്ധാത്മാവേ, ചിലരുടെ ഹൃദയങ്ങളെ ഭയങ്കരമായിട്ട് ഏകാഗ്രമാക്കണേ കർത്താവ്. ചിലരുടെ മനസ്സിനെ ഭയങ്കരമായിട്ട് ഇതിന് നടുവില് അവിടുന്ന് ഏകാഗ്രമാക്കണമേ കർത്താവ്. ഞങ്ങൾ ലോകത്തിന് വേണ്ടിയുള്ളവരല്ല, ഞങ്ങൾ കർത്താവിന് വേണ്ടിയുള്ളവരാണ്. ധര ധന ധര ധല ധന ധല ചേർന്നീടുമേ വേഗം ഞാനുമാ കൂട്ടത്തിൽ ശുദ്ധരോടും നീച്ച് ആനന്ദിപ്പാൻ. പാടിക്കേ. ചേർന്നീടുമേ വേഗം ഞാനുമാ കൂട്ടത്തിൽ ശുദ്ധരോടൊന്നിച്ച് ആനന്ദിപ്പാൻ. അതുകൊണ്ട് ലോകം വേണ്ട എനിക്കൊന്നും വേണ്ട, എന്റെ നാഥന്റെ സന്നിധം ചേർന്നാൽ. ഒന്ന് ചൊന്നോടൊന്ന് പാടിക്കേ. ഓ ലോകം വേണ്ട എനിക്കൊന്നും വേണ്ട, എന്റെ നാഥന്റെ സന്നിധം ചേർന്നാൽ. ഒരിക്കൽ കൂടെ ഒന്ന് പാടിക്കേ. ലോകം വേണ്ട, ലോകം വേണ്ട എനിക്കൊന്നും. പറ്റുമെങ്കിൽ രണ്ട് കരങ്ങളും ഒന്ന് ഉയർത്തി പിടിക്കണം. ചങ്കിനകത്തും നിന്ന് അതൊന്ന് പാടിക്കേ. സന്നിധം ചേർന്ന. ഒന്നുകൂടെ പറഞ്ഞു. എന്റെ യേശുവേ, ലോകം വേണ്ട എനിക്കൊന്നും വേണ്ട, എന്റെ താതന്റെ സന്നിധം ചേർന്ന. ഒന്നുകൂടെ പാടിക്കേ. ലോകം വേണ്ട എനിക്കൊന്നും വേണ്ട, എന്റെ താതന്റെ സന്നിധം ചേർന്ന. എനിക്ക് നല്ല ബോധ്യമുണ്ട്, ഇത്രയും ചെറുപ്പക്കാർ ഇവിടെ ഇരുന്ന് ഹൃദയത്തിൽ നിന്നാണ് ഈ വാക്കുകൾ പറയുന്നതെങ്കിൽ ഈ മീറ്റിംഗിനകത്ത് വ്യാപരിക്കുന്ന റിസൾട്ട് ചെറുതായിരിക്കത്തില്ല കേട്ടോ. ഇതിനകത്ത് ദൈവം ചെയ്യുന്ന കാര്യങ്ങൾ ചെറുതല്ല, ഭയങ്കര കാര്യങ്ങള് നമ്മെ ഇന്ന് രാത്രിയിൽ ഈ യോഗ സ്ഥലത്ത് കർത്താവ് ചെയ്തുകൊണ്ടിരിക്കുക. ചിലരുടെ ഹൃദയത്തെ, ചിലരുടെ ലക്ഷ്യത്തെ, ചിലരുടെ മനസ്സിനെ കർത്താവ് തന്നിലേക്ക് പിടിച്ചടുപ്പിക്കുന്നത് പോലെ, ഓ കർത്താവ് താൻ നിങ്ങളുടെ ഹൃദയത്തെ ആമേൻ തന്നിലേക്ക് തിരിക്കുമാറാകട്ടെ എന്ന് പറയുന്നത് പോലെ ചിലരുടെ ഹൃദയത്തെ കർത്താവ് തന്നിലേക്ക് തിരിച്ചു പിടിക്കുന്ന സമയമാണിത്. ജലാധര ജനധര രഗദൽ കമലഘടകധന രംദൽ ജനാധന. ദൈവത്തിന്റെ പദ്ധതിയിൽപ്പെട്ട ചിലരെ കർത്താവ് ഇതിനകത്ത് ഒരുക്കിയെടുക്കുക. ദൈവത്തിന്റെ നിർണയത്തിനകത്തുപെട്ട ചിലരെ കർത്താവ് ഇവിടെ പണിതെടുക്കുകയാണ്. ദൈവത്തിന്റെ ഉദ്ദേശത്തിനകത്തപ്പെട്ട ചിലരെ കർത്താവ് തനിക്ക് വേണ്ടി തന്നോട് ചേർത്ത് നിർത്തുന്ന സമയങ്ങളാണ്. അവൻ എത്ര പേര് പറയും, കർത്താവേ എനിക്ക് ഒറ്റ ആയുസ്സേ ഉള്ളൂ, ഈ ആയുസ്സിന്റെ ശിഷ്ടകാലം ഞാൻ അങ്ങയോട് ചേർന്ന് നിന്നുകൊള്ളാം. ഓ വേദന സകതമന ഗടഗദ ശാൽബാര ധന ധല ധന ധല ശാൽമാന രഗദൽ ഖമന ഗടഗദന
റൽമാന സഗദൽ ഖമന ഗഡഗദന ശാന്തൽ ജനാഥന റഗദൽ ഖമന ഗഡഗദന റഗദൽ ഖമന ഗഡഗദന റഗദൽ ജനാഥന റൽബാര ധനാദല റഗദൽ ഖമന ഗഡഗദന ശാന്തൽ ജനാഥന. ഈ മീറ്റിംഗിന്റെ പോസ്റ്ററിനകത്ത് ഞാൻ 3 വാക്കുകൾ കണ്ടായിരുന്നു. ആമേൻ. എനിക്ക് നല്ല ബോധ്യമുണ്ട്. ആ 3 കാര്യങ്ങൾ ആ പോസ്റ്റർ ഒന്ന് കാണിച്ചേ. ഈ മീറ്റിംഗിന്റെ പോസ്റ്ററിനകത്ത് 3 വാക്കുകൾ ഞാൻ കണ്ടു. അത് വാസ്തവത്തിൽ കർത്താവ് ചെയ്യാൻ തുടങ്ങുക. ആമേൻ. അത് വാസ്തവത്തിൽ കർത്താവ് ചെയ്യാൻ പോ. ഇതല്ല, മുന്നോട്ട് പോയി. ആ ഫുൾ പോസ്റ്റർ കാണിച്ചേ. ഷാൽബാരാധന സെക്കറ്റന് റൈധാന സെക്കറ്റന്. ആമേൻ. മോനെ, ഇതല്ലടാ, ആ മീറ്റിംഗിന്റെ പരസ്യം ഉണ്ടല്ലോ, അതൊന്ന് കാണിച്ചേ. ജീസസ്, ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ ഞാൻ പറയാം, ഇതൊരു ദൈവിക നിർണയമാണ്. ഇതിന് പിന്നിൽ ചലിക്കുന്ന ഒരു ദൈവിക ഉദ്ദേശമുണ്ട്. ആമേൻ. ഈ പോസ്റ്റർ നിങ്ങൾ നോക്കിക്കേ. ആ ഹാലിഫാക്സ് കൺവെൻഷൻ എന്ന് പറയുന്നതിന്റെ വെരി ഗുഡ്, താങ്ക് യു. 3 പദങ്ങൾ അവിടെയുണ്ട്. അറൈസ്, റിന്യൂ ആൻഡ് റിജോയ്സ്. ആമേൻ. ഈ 3 കാര്യങ്ങളാണ് ഇവിടെ പ്രധാനമായിട്ട് സംഭവിക്കാൻ പോകുന്നത്. ആമേൻ. ഞാൻ ഫ്രണ്ടിൽ ഇരുന്ന സമയത്ത് ഞാൻ ആ പോസ്റ്റർ കണ്ടു. ആമേൻ. അപ്പോഴാണ് ഞാൻ ആ വേർഡ് ശ്രദ്ധിച്ചത്. പാസ്റ്റർ എനിക്ക് നേരത്തെ അയച്ചു തന്നെങ്കിൽ ഇപ്പോഴാണ് ഞാനത് ശ്രദ്ധിക്കുന്നത്. Arise, renew and rejoice. ആമേൻ. ഇതിനകത്ത് ഇത് 3 കാര്യങ്ങൾ നടക്കും. കർത്താവ് ചിലരെ എഴുന്നേൽപ്പിക്കും. കർത്താവ് ചിലരെ ഇതിനകത്ത് റിന്യൂ ചെയ്യും. ആമേൻ. വളർത്തും വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞ് റിന്യൂ ചെയ്യുകയല്ല. ആമേൻ. കർത്താവിന് വേണ്ടി നിൽക്കാൻ ചിലരെ കർത്താവ് ഇതിന്റെ നടുവിൽ എഴുന്നേൽപ്പിക്കാൻ പോവുക. തനിക്ക് വേണ്ടി ചിലരെ കർത്താവ് വേർതിരിച്ച് ഇതിന്റെ നടുവിൽ നിർത്താൻ പോവുകയാണ്. ഞാൻ ചിലരോട് പറയാം, ദൈവത്തിന്റെ സീല്, ദൈവത്തിന്റെ മാർക്ക് ചിലരുടെ മേൽ കർത്താവ് അടിക്കാൻ പോവുകയാണ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആത്മാവിൽ കർത്താവിനൊന്ന് സ്തുതിച്ചാട്ട്. യഹോവയ്ക്കുള്ളത് എന്ന് ചിലരെ വിളിക്കാൻ പോകുകയാണ്. ഇത് കർത്താവിന് വിശുദ്ധം എന്ന് ചിലരെ കുറിച്ച് സ്വർഗം പറയാൻ പോകുന്നു. ഓ, വികസക്കതമേ ശകൽ ഖമനഗടഗദല റിഗദൽ ജനഗടഗദന അർത്ഥമനഗടഗദല റിഗദൽ ജനാദന. പിശാച് ജനത്തിനെ കുറിച്ച് പറയുന്നുണ്ട് എനിക്കുള്ളതാണെന്ന്. ആമേൻ. ഇന്ന് രാത്രിയിൽ കർത്താവ് അതിനെ തിരിക്കുകയാ. നീ പിശാചിനുള്ളതല്ല, നീ ലോകത്തിനുള്ളതല്ല, നീ കർത്താവിനുള്ളതാണ്. ജന ശകൽ കമനഗടഗദന റഗദൽ ജനഗടഗദന രാംശൽ പ്രഭൗഷ്മന ജഗസിയാർത്ഥന. ആത്മാവിൽ പറ, ഞാൻ കർത്താവിനുള്ളത്. അഭിഷേകത്തിൽ പറ, ഞാൻ കർത്താവിനുള്ളത്. ദൈവകൃപയാൽ പറ, ഞാൻ കർത്താവിനുള്ളത്. ഓ, എന്റെ ജീവിതം കർത്താവിനുള്ളത്. ഞാൻ കർത്താവിനുള്ളവൻ. നിങ്ങളുടെ വീട് ദൈവസഭയ്ക്കെതിരെ കൂട്ടം കൂടാനുള്ള വീടല്ല. നിങ്ങളുടെ വീട് കർത്താവിനെ മഹത്വപ്പെടുത്താനുള്ളത്. ആമേൻ. നിങ്ങളുടെ ലിവിംഗ് റൂം അഭിഷേകത്തിനെതിരെ സംസാരിക്കാനുള്ളതല്ല. നിങ്ങളുടെ ലിവിംഗ് റൂം കർത്താവിനെ ഉയർത്താനുള്ളതാണ്. നിങ്ങളുടെ ഫോൺ ആമേൻ ആർക്കെതിരെയോ കുറ്റം പറയാനുള്ളതല്ല. നിങ്ങളുടെ ഫോൺ കർത്താവിന്റെ നാമത്തെ ഉയർത്താനുള്ളതാണ്. കർത്താവിനോട് പറയും, എനിക്കുള്ളതും ആമേൻ ആമേൻ എനിക്ക് തന്നതുമെല്ലാം അതിന്റെ എല്ലാ അർത്ഥപൂർണതയിലും യേശുവേ അങ്ങയ്ക്ക് വേണ്ടി മാത്രമായിരിക്കും. ഒന്ന് പറയാൻ പറ്റുമോ?
ഒന്ന് പറയാൻ പറ്റുമോ? അങ്ങനെയുള്ളവരെ ഉച്ചത്തിലൊന്ന് പറഞ്ഞേ, ഒന്ന് പ്രാർത്ഥിച്ചേ, ഉച്ചത്തിലൊന്ന് പ്രാർത്ഥിച്ചേ. എനിക്കുള്ളത് കൊണ്ടല്ല ഞാൻ കർത്താവിനെ ഉയർത്തും, എനിക്കുള്ളത് കൊണ്ടല്ല ഞാൻ കർത്താവിനെ ഉയർത്തും. എന്റെ ജീവിതത്തിൽ എന്റെ ദൈവം തന്നതൊന്നും അവൻ ദൈവരാജ്യത്തിന് എതിരായിട്ട് ഉപയോഗിക്കാനുള്ളതല്ല, കർത്താവിന്റെ നാമത്തിന്റെ മഹത്വത്തിന് എതിരായിട്ട് ഉപയോഗിക്കാനുള്ളതല്ല. പറ ഇതെല്ലാം ഭയങ്കര നിയോഗങ്ങളിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ. ഇതൊക്കെ ഭയങ്കര നിയോഗങ്ങളിൽ കർത്താവ് അവൻ ചെയ്യുന്ന കാര്യങ്ങളാ. ഉച്ചത്തിന് അവൻ ആ വാക്കുകൾ ഉരുവിടാൻ കഴിയുന്നവര് ആത്മാവിൽ ഉരുവിട്ടാട്ടെ. നിങ്ങളുടെ ഒരു ചെറിയ തീരുമാനമായിരിക്കും, നിങ്ങളുടെ ഒരു ചെറിയ പ്രതിഷ്ഠയായിരിക്കും ഇപ്പോൾ ഈ പറയുന്ന വാക്കുകളിൽ ഉള്ളത്. പക്ഷെ കർത്താവ് അതിന്റെ മേൽ തന്റെ മുദ്രയിടാൻ പോവുകയാണ്. ജീസസ്. ഈ യോഗത്തിന്റെ 1ാമത്തെ രാത്രി തന്നെ കർത്താവ് തന്റെ മഹത്വം ഇതിന്റെ നടുവിൽ വെളിപ്പെടുത്തുകയാണ്. നിൽക്കാൻ പറ്റുമെന്ന് ഡൗട്ട് ഉണ്ടോ? പേടിക്കണ്ട. സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നു. നമ്മളൊക്കെ വളരെ ഈസി ആയിട്ട് ജീവിക്കുന്നവരാ. നമുക്കിപ്പോൾ ചെറിയ പ്രശ്നം PR കിട്ടുമെന്നുള്ളതാ. ഞാൻ നിങ്ങളോട് ആത്മാവിൽ പറയാം, കിട്ടുമത്. ഞാൻ വിശ്വാസത്തിന്റെ പ്രഖ്യാപനം നടത്തുക. നിങ്ങളുടെ PR ഒരു പ്രോബ്ലം വരത്തില്ല, അത് കിട്ടും. ആമേൻ. യേശുവിന്റെ നാമത്തിൽ ഒരു 10 സെക്കൻഡ് എല്ലാവരും കൂടെ ചേർന്ന് പ്രാർത്ഥിച്ചു. യേശുവിന്റെ നാമത്തിൽ കർത്താവേ, അങ്ങനെ ആകുലപ്പെടുന്ന കുടുംബങ്ങൾക്ക് വേണ്ടി ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ കർത്താവേ, ആമേൻ, അവർക്കുള്ള ആ ഫൈനൽ ഡേറ്റിന് മുൻപ് യേശുവിന്റെ നാമത്തിൽ അവർക്ക് വേണ്ടി ഒരു മിറക്കിൾ ഉണ്ടാകട്ടെ. സഭ പറയുക, അത് നടക്കും. സഭ പറയുന്നു അത് നടക്കും. സഭ പറയുന്നു അത് നടക്കും. ആമേൻ. എന്റെ പ്രിയരെ, നാം കർത്താവിന്റെ കാര്യം നോക്കുമെങ്കിൽ കർത്താവ് നമ്മുടെ കാര്യം നോക്കും. സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നിൽക്കുന്നു. നമുക്കുള്ളത് ചെറിയ പ്രോബ്ലംസ് ആണ്, അവർക്കുണ്ടായിരുന്ന വലിയ പ്രോബ്ലംസ് ആയിരുന്നു. അവരുടെ ജീവൻ ആമേൻ കൊടുക്കേണ്ടുന്ന കാര്യങ്ങളായിരുന്നു അവരുടെ മുമ്പിൽ ഉണ്ടായിരുന്നത്. പക്ഷെ അവർ ജയിച്ചതേ ഗാലറിയിൽ നിറഞ്ഞിരിക്കുകയാണ്. രംഗസ്ഥലത്തിനും മീതെ ഒന്നിനും പുറകിൽ ഒന്നിനും മീതെ മറ്റൊന്നായി ഇരിപ്പിടങ്ങളിൽ ഇരിക്കുന്നത് പോലെ വിജയിച്ചവർ രംഗസ്ഥലങ്ങളിൽ ഇരിപ്പുണ്ട് കേട്ടോ. സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നു. ആമേൻ. എന്നിട്ട് കർത്താവ് പറയുക, അടുത്തൊരു കാര്യമുണ്ട്. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കണം. ആമേൻ. വിശ്വാസത്തിന്റെ നായകൻ എന്ന് പറയുമ്പോൾ 7 നിലകളിൽ സ്തോത്രം വാക്കിനെ നമുക്ക് വിശദീകരിക്കാൻ കഴിയും. വിശ്വാസത്തിന്റെ ഉത്ഭവമാണ്. വിശ്വാസത്തിന്റെ നായകൻ എന്ന് പറയുമ്പോൾ അവിടുന്ന് വിശ്വാസത്തിന്റെ ഉത്ഭവമാണ്. വിശ്വാസത്തിന്റെ നായകൻ എന്ന് പറയുമ്പോൾ അവിടുന്ന് വിശ്വാസത്തിന്റെ കാരണഭൂതനാണ്. 3ാമത്തെ കാര്യം, വിശ്വാസത്തിന്റെ നായകൻ എന്ന് പറയുമ്പോൾ അവിടുന്ന് വിശ്വാസ ജീവിതത്തിന്റെ മുന്നോടിയാണ്. പയനിയർ ഓഫ് ഫെയ്ത്ത്, വിശ്വാസത്തിന്റെ മുന്നോടിയാണ്. ഹല്ലേലൂയ. വിശ്വാസത്തിന്റെ നായകൻ എന്ന് പറയുമ്പോൾ നാം അവനിൽ നിന്നാണ് വിശ്വാസത്തെ പഠിക്കുന്നത്. ആമേൻ. വിശ്വാസത്തിന്റെ നായകൻ എന്ന് പറയുമ്പോൾ വിശ്വാസത്തിന്റെ വിഷയവും വിശ്വാസത്തിന്റെ കാരണക്കാരനും ആ കർത്താവാണ്. വിശ്വാസത്തിന്റെ നായകൻ എന്ന് പറയുമ്പോൾ വിശ്വാസത്തിന്റെ മാതൃക കർത്താവാണ്. ആമേൻ. വിശ്വാസത്തിന്റെ നായകൻ, പൂർത്തിവരുത്തുന്നവൻ. ആമേൻ. പൂർത്തിവരുത്തുന്നവൻ, ഒറിജിനേറ്റർ ആൻഡ് കംപ്ലീറ്റർ ഓഫ് ഫെയ്ത്ത്. പൂർത്തിവരുത്തുന്നവൻ എന്ന് പറയുമ്പോ ഹല്ലേലൂയ, അതിനെ കംപ്ലീറ്റ് ചെയ്യുന്നവൻ. ഞാൻ പറയും, കർത്താവിന്റെ പ്രവർത്തികളെല്ലാം കംപ്ലീറ്റ് ആണ്. യേശുക്രിസ്തുവിന്റെ കുരിശുമരണത്തിന്റെ അവസാനത്തെ മിനിറ്റിൽ മരിക്കുമ്പോ ആ തോളിലേക്ക് ചുമല് ചായച്ച് കർത്താവ് മരിക്കുമ്പോ പറഞ്ഞ അവസാനത്തെ വേർഡ് എന്നറിയോ? തെറ്റലസ്റ്റായി എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ഫിനിഷ്ഡ്, നിവർത്തിയായി. ഞാൻ നിങ്ങളോട് പറയാം, കർത്താവ് എപ്പോഴും പൂർത്തീകരിക്കുന്നവനാണ്. രക്ഷണ്യ വേല പൂർത്തീകരിച്ചു. പാപക്ഷമയുടെ എല്ലാ റിക്വയർമെന്റ്സുകളും കർത്താവ് പൂർത്തീകരിച്ചു. ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് നിവർത്തിപ്പാൻ കഴിയാത്തതിനെ സാധിപ്പിപ്പാൻ ദൈവം തന്റെ പുത്രനെ പാപജഡത്തിന്റെ സാദൃശ്യത്തിൽ അയച്ചു. കർത്താവ് അതിനെ പൂർത്തിയാക്കി. ആമേൻ. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദം ടെലയാവോ എന്നുള്ളതാണ്, പൂർത്തിയാക്കുന്നവൻ. ആമേൻ. ഫിലിപ്പിയ ലേഖനത്തിൽ പൗലോസ് പറയുന്നു 1-ാമത്തെ വാക്യത്തിൽ, നിങ്ങളിൽ നല്ല പ്രവൃത്തിയെ ആരംഭിച്ചവൻ യേശുക്രിസ്തുവിന്റെ നാളോളം അതിനെ തികയ്ക്കും. നമ്മുടെ കർത്താവ് തികയ്ക്കുന്ന ദൈവമാണ്. ഉച്ചത്തിൽ ഒരാമേൻ പറ. ആമേൻ. അതാ പറയുന്നത്, വിശ്വാസത്തിന്റെ നായകൻ
പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. എല്ലാരും കൂടെ ഒന്ന് പറഞ്ഞാട്ടെ, ആരെ നോക്കണം? യേശുവിനെ നോക്കുക. നോക്കുക എന്ന് പറഞ്ഞാൽ അഫോറാവോ എന്ന ഗ്രീക്ക് പദം അതിന് ഉപയോഗിച്ചിട്ടുണ്ട്. അഫോറാവോ എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ, കേവലം കാണുക എന്ന അർത്ഥത്തിലല്ല, മറ്റെല്ലാറ്റിൽ നിന്നും നോട്ടം മാറ്റിയിട്ട് യേശുവിനെ മാത്രം നോക്കുക. യേശുവിനെ മാത്രം നോക്കുക. നമ്മുടെ ലക്ഷ്യം വേറൊന്നിലുമല്ല, യേശുവിൽ മാത്രമാണ്. ഒന്നുകൂടെ പറയാം, നമ്മുടെ ലക്ഷ്യം വേറൊന്നിലുമല്ല, യേശുവിൽ മാത്രമാണ്. എല്ലാരും ചേർന്ന് ഒരു ആമേൻ പറഞ്ഞാട്ടെ. യേശുവിനെ മാത്രം നോക്കുക. യേശുവിനെ മാത്രം നോക്കുക. ഹല്ലേലൂയ. എന്താണ് അതിൽ നിന്ന് അറിയേണ്ടത്? നിങ്ങളെ വാക്യം ശരിക്കും ശ്രദ്ധിച്ചോ. അവന്റെ മുൻപിൽ വെച്ച സന്തോഷം ഓർത്ത് അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ചു. 3 കാര്യങ്ങൾ. സന്തോഷം ഓർത്തു, തന്റെ മുൻപിൽ വെച്ചിരിക്കുന്ന സന്തോഷം ഓർത്തു. യേശുവിനെ നോക്കാൻ പറയുമ്പോ യേശുവിൽ നിന്ന് ഉൾക്കൊള്ളേണ്ടുന്ന ഒന്നാമത്തെ കാര്യം സന്തോഷം ഓർത്തു. നമുക്കും ഈ ഓട്ടം പൂർത്തീകരിക്കുവാൻ ഓർക്കാനുള്ളത് സന്തോഷമാണ്. ഇതിന്റെ അവസാനത്തിൽ എന്താണെന്നുള്ളതാ. ഞാൻ എപ്പോഴും ഓർക്കുവേ, നമ്മൾ ഈ ധനവാന്റെ സംഭവകഥയ്ക്കകത്ത് ധനവാൻ യാതനാ സ്ഥലത്ത് കിടന്ന് വെള്ളം ചോദിക്കുകയാണല്ലോ. ഞാൻ ചുമ്മാ കൂട്ടി നോക്കിയേ, ഒരു 2000 വർഷമായിട്ട് ധനവാൻ യാതനാ സ്ഥലത്ത് കിടക്കുകയാണെങ്കിൽ എത്ര ദിവസം കടന്നു കാണുമെന്ന്. ഇപ്പൊ 2000 വർഷമായിട്ട് ധനവാൻ യാതനാ സ്ഥലത്ത് കിടക്കുക. ഇപ്പൊ നമ്മൾ ഈ 2024 നിന്ന് കൂട്ടുകയാണെങ്കിൽ എത്ര ദിവസം കിടന്നു കാണും? ഞാൻ ചുമ്മാ കൂട്ടി 365 ദിവസമല്ലേ ഒരു വർഷത്തില്. അപ്പൊ നമുക്കൊന്ന് കൂട്ടാം. 2000 ഗുണം 365 ദിവസമുള്ള 2000 വർഷമെന്ന് നിങ്ങൾ ചിന്തിച്ചു. നമുക്കൊരു അപ്രോക്സിമേറ്റ് കണക്ക് പറയാം. ചുമ്മാ ഒന്ന് കൂട്ട്. 2000 ഗുണം 365 7,30,000. എത്ര ദിവസം കിടക്കുന്നേ? 7,30,000 ദിവസം നരകത്തിൽ കിടക്കുക. ഇതുവരെയും പുള്ളിക്ക് വെള്ളം കിട്ടിയിട്ടില്ല. അന്ന് ചോദിച്ചു തുടങ്ങി, ഇതുവരെയും കൊടുത്തിട്ടില്ല. ഒരു മനുഷ്യന്റെ ആയുഷ്കാലം എന്ന് പറയുന്നത് പരമാവധി 32,850 ദിവസമാണ്. ഈ പുള്ളി 7,30,000 ദിവസമായിട്ട് ഇപ്പൊ നരകത്തിൽ കിടക്കുക. ഹല്ലേലൂയ. നമുക്ക് നരകമല്ല ഓർക്കാനുള്ളത്, യേശു ഓർത്തതുപോലെ നമ്മുടെ മുൻപിൽ വെച്ചിരിക്കുന്ന സന്തോഷം. നമ്മൾ ഈ മണ്ണിൽ നിന്ന് വേർപെട്ടാൽ നാം ക്രിസ്തുവിനോടുകൂടി ആയിരിക്കുമെന്നുള്ളത് നമ്മുടെ സന്തോഷം. യേശു തന്റെ മുൻപിൽ വെച്ചിരിക്കുന്ന സന്തോഷം ഓർത്തു. ഹല്ലേലൂയ. അപമാനത്തെ അലക്ഷ്യമാക്കി. ഞാനത് മൂന്ന് വാക്കുകൾ കൊണ്ട് മാത്രം പറയാം. അപമാനത്തെ അലക്ഷ്യമാക്കി എന്ന് പറയുമ്പോൾ സമയത്ത് നിർത്താൻ വേണ്ടി കേട്ടോ. 1, ഒരുവൻ ഒറ്റിക്കൊടുത്തു. 3.5 വർഷം കൂടെ നടന്ന് ഒരുവൻ ഒറ്റിക്കൊടുക്കുന്നതിനേക്കാൾ വലിയ അപമാനം എന്നാ? 2, അവരൻ തള്ളിപ്പറഞ്ഞു. 3.5 വർഷം ചങ്കോട് ചങ്ക് ചേർന്ന് കിടന്ന് ഒരുത്തൻ തള്ളിപ്പറഞ്ഞു എന്ന് പറയുന്നതിൽ വലിയ അപമാനം എന്തോ ഉണ്ട്? 4, ഏറ്റവും വിശ്വസ്തരെന്ന് കരുതിയവർ ഓടിപ്പോയി. അടുത്തത്, ദൈവവും കൈവിട്ടു. കുരിശിലെ ചോദ്യമല്ലേ, എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്ത്? ഹല്ലേലൂയ. അപമാനം അലക്ഷ്യമാക്കി. നിങ്ങളെ ഇപ്പൊ തളർത്തുന്ന എന്താ? ഏത് പാസ്റ്റർ പറഞ്ഞ വാക്കാ നിങ്ങളെ തളർത്തുന്നത്? അലക്ഷ്യമാക്കുക. ആരുടെ ആ വാക്കുകളാ നിങ്ങളെ വിശ്വാസത്തിൽ നിന്ന് പിന്നോട്ട് വലിക്കുന്നത്? അതിനെ അലക്ഷ്യമാക്കുന്നത്. അത് വിട്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഞങ്ങൾക്കൊക്കെ ഒത്തിരി ചലഞ്ചസ് ഉണ്ട്. ഹല്ലേലൂയ, ഉണ്ട്, പല വിധത്തിലുണ്ട്. പക്ഷെ നമ്മളതൊന്നും ശ്രദ്ധിക്കാറില്ല. അതിനെ ശ്രദ്ധിച്ചു നിന്നാൽ ശുശ്രൂഷ പറ്റില്ല. ഗൾഫിൽ നിന്ന് വന്നവർക്കറിയാം, അറബിയിൽ പറയുന്ന ഒരു വാക്കുണ്ട്, കല്ലിവല്ലി. ഗൾഫിൽ നിന്ന് വന്ന എത്ര പേരുണ്ട്? ഗൾഫിൽ നിന്ന് കല്ലിവല്ലി അല്ലേ? കല്ലിവല്ലി എന്ന് പറഞ്ഞ തന്നെ കല്ലിവല്ലി. നെവർ മൈൻഡ്.
അതിനെ വീട്ടുകാര് കല്ലിവല്ലി. ഞാൻ പറയും, ആരെങ്കിലും നിങ്ങളെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കല്ലിവല്ലി അടിച്ചേക്കണം. ആമേൻ. അതിനെ അങ്ങ് വിട്ടേക്കാൻ. കർത്താവായ യേശു ക്രിസ്തു കുരിശിനെ, അപമാനത്തെ അലക്ഷ്യമാക്കി കുരിശിനെ സഹിച്ചു. ആമേൻ. ഇതിന്റെ പരിണത ഫലം എന്നാണെന്നറിയോ? ദൈവസിംഹാസനത്തിന്റെ വലത്തുഭാഗത്തേക്ക് ഉയർത്തപ്പെട്ടു. ജീസസ്. താഴ്ചയല്ല ഇവിടെ ഉള്ളു കേട്ടോ. നമ്മുടെ യഥാർത്ഥ ഉയർച്ച വരാൻ പോകുന്നതേ ഉള്ളൂ. അപ്പൊ അവിടം വരെ ചെല്ലണോ? ഓട്ടം സ്ഥിരതയോടെ ഓടുക. എല്ലാരും കൂടെ പറഞ്ഞ എന്നാ? ഓട്ടം പറ, ഓട്ടം പറ, ഓട്ടം സ്ഥിരതയോടെ ഓടുക. കർത്താവിനെ മാത്രം ലക്ഷ്യം വെക്കുക. യേശുവിലേക്ക് മാത്രം നോക്കുക. ലക്ഷ്യത്തിൽ മാത്രം നിലനിൽക്കുക. ഓ ജീസസ്. നിങ്ങൾ വിജയിക്കും. നിങ്ങൾ വിജയിക്കും. നിങ്ങൾ പരാജയപ്പെടുകയല്ല, നിങ്ങൾ വിജയിക്കും. കർത്താവിനെ മഹത്വപ്പെടുത്താൻ കഴിയുന്നവർ ഒരുമിച്ച് മഹത്വപ്പെടുത്തിയാട്ടെ. ആത്മാവിൽ പറ, ഞാൻ പരാജയമല്ല, ഞാൻ വിജയിക്കും. ഞാൻ വിജയിക്കും. ഞാൻ തളരുകയല്ല, ഞാൻ വിജയിക്കും. ഞാൻ വിജയിക്കും.